വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കും. Let's move on to Luke's Gospel, chapter 19, verse 28. And when he had thus spoken, he went before, ascending up to Jerusalem. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവർക്ക് മുൻപായി യെരുശലേമിലേക്ക് യാത്ര ചെയ്തു എന്നാണ് നാം വായിച്ചു കേട്ടത്. We read our Lord Jesus Christ traveled before them to Jerusalem. മനുഷ്യരക്ഷയ്ക്കായി ഇഹലോകത്തിൽ വന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതം പാലസ്തീനിന്റെ 4 അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ളതായിരുന്നു. The Lord Jesus Christ, who made advent to this world as a human being to save mankind, his life was not limited to the 4 boundaries of Palestine. ഇസ്രായേലിൽ തീർത്ഥാടനമായി പോയി പരിചയിച്ചിട്ടുള്ള ആളുകൾക്കൊഴികെ മറ്റ് ആർക്കും തന്നെയും പരിചിതമില്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു യേശു സഞ്ചരിച്ചതും പാർത്തതും പ്രവർത്തിച്ചതും. Jesus roamed about, walked and abode in places which are not familiar to the people other than the ones who took pilgrimages to such places. സുവിശേഷം അറിയിക്കേണ്ടതിന്, രോഗികളെ സൗഖ്യമാക്കേണ്ടതിന് ഗ്രാമങ്ങൾ തോറും പട്ടണം തോറും കർത്താവ് സഞ്ചരിച്ചു. Not to spread the gospel, to heal the people, the Lord visited towns and hamlets. ഒരേ ഒരു പ്രാവശ്യം യേശു സന്ദർശിച്ചതായ സ്ഥലങ്ങളുണ്ട്. ആവർത്തിച്ച് താൻ കടന്നുപോയ പട്ടണങ്ങളുമുണ്ട്. There are places the Lord visited just once, and again places where the Lord repeatedly paid a visit to. നമ്മുടെ കർത്താവിന്റെ ഐഹിക ജീവിതം ബേത്ലഹേമിൽ ഭൂജാതനായതോടുകൂടി ആരംഭിച്ചുവെങ്കിൽ അവൻ യെരുശലേമിൽ ഗോൽഗോഥായിൽ ജീവൻ വെടിഞ്ഞതോടുകൂടിയാണ് അവസാനിച്ചിരുന്നത്. The Lord was born at Jerusalem, Bethlehem. The way he marked the beginning of life, in the Gethsemane he found the end of his journey. തന്റെ 33 വർഷ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ മനുഷ്യവർഗത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ മരിക്കുവാനായിട്ട് മനഃപൂർവ്വമായി തീരുമാനിച്ച് യെരുശലേമിലേക്ക് യാത്രയായതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. It is the last phase of life. In order to sacrifice his life for the salvation of mankind, he was moving forward to Jerusalem. That is what we read from this passage. ആ വഴിയായി കർത്താവ് പിന്നെ ഒരിക്കലും വന്നില്ല. Never did the Lord come back through such a way. ആ വഴിയായി കർത്താവ് ഏറ്റവും ഒടുവിലായി കടന്നു പോകുകയായിരുന്നു. That was the final passage of Lord Jesus Christ. നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. Even our life is a journey. നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്രയിലേക്ക് ഈ യാത്ര നാം മുൻപ് ചെയ്തിട്ടില്ല. ഈ വഴി നാം മുമ്പ് വന്നിട്ടില്ല. This journey has not been undertaken by us before. നാം ഈ കടന്നു പോകുന്ന വഴിയിൽ ഇനി ഒരിക്കലും മടങ്ങി വരികയുമില്ല. It is a journey. There's no question of making a return. മനുഷ്യ ജീവിതം ഒരിക്കലും മുൻപ് കടന്നുപോയിട്ടില്ലാത്തതും ഇനി മടങ്ങി വരാനാവാത്തതുമായ ഒരു പാതയിലൂടെയാണ്. Human life is a journey that is so far we had never pressed, and again there's no question of making a comeback. എന്നാൽ ചില മതങ്ങൾ പുനർജന്മത്തെ പഠിപ്പിക്കുന്നുണ്ട്. There are certain religions which speak about incarnation. അങ്ങനെയെങ്കിൽ ഇത് പുനർജന്മം പഠിപ്പിക്കുന്ന ഇവര് ഇതിനു മുൻപ് ജന്മത്തിൽ വേറെ എവിടെയോ എങ്ങനെയൊക്കെ ആയിരുന്നിരിക്കാം. The people who are talking about the rebirth, that means it is the previous life they might have been in some other form. ആ തത്വപ്രകാരം നോക്കിയാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവര് അടുത്ത ജന്മത്തിൽ വേറെ ഒരു ജന്മം എടുക്കും. According to the ideology, the people who are alive now in the next generation or birth, they will have some other form. ഏതായാലും ഈ ജന്മത്തിൽ മദ്യപിച്ച് 2 കാലേ നിൽക്കാൻ നിവൃത്തിയില്ലാതെ 4 കാലേ നടക്കുന്നവൻ അടുത്ത ജന്മത്തില് പന്നിയായിട്ടോ കാളയായിട്ടോ ജനിക്കത്തുള്ളൂ എന്നൊരു തർക്കവുമില്ല. It is true that it is in this life there are people who are not able to stand on 2 legs, and therefore they move like on 4 legs. It is the next generation they'll be like a bull or a swine. ഈ മനുഷ്യജന്മം എടുത്തവൻ തന്നെ പോലെ രക്തവും മാംസവുമുള്ള അമ്മയും സഹോദരിമാരുമുള്ള ഒരു മനുഷ്യനെ കുത്തി കൊലപ്പെടുത്തുവാൻ മുറിപ്പെടുത്തുവാൻ തുനിയുന്നെങ്കിൽ അടുത്ത ജന്മത്തിൽ അവൻ ഒറ്റയാൻ കൊമ്പനാനിയായിട്ട് ജനിക്കാതിരിക്കത്തില്ല. It is in this journey a man who is born of the same flesh and blood, and he is endeavoring to stab another person who is also born of the same flesh and blood of another mother. It is the next generation, and he will be like an elephant with a tusk. പക്ഷേ ഒരു ചോദ്യം, ഈ ജന്മമൊക്കെ എന്തിനാ? But the question is, what is the purpose of all these നീ മനുഷ്യനായി ജനിച്ചത് എന്തിനാ?
If you're born as a human being, what for? ഇത് കഴിഞ്ഞ് നീ നാളെ ഒരു മൃഗമായി ജനിച്ചാൽ തന്നെ എന്തിനായിരിക്കും? The next generation, if you're born as a beast, what for? ഇതിനൊന്നും മതങ്ങൾ ശരിയായ ഉത്തരം കൊടുക്കുന്നില്ല. Religions do not extend a suitable reply to these ഞാനങ്ങ് questions. പറയുകയാണ്, ഈ ജന്മം മോക്ഷത്തിൽ പോകാനാണെങ്കിൽ Let me say, if this birth is purposed to go to heaven, മനുഷ്യനായി ജനിച്ചിട്ട് നിനക്ക് മോക്ഷത്തിൽ പോകാൻ ഒരുങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ മൃഗമായി ജനിച്ചാൽ നീ ഒരിക്കലും മോക്ഷത്തിൽ പോകയില്ല. after having been born as a human being, if you're not able to go to the kingdom of God, after being born as a beast, there's no question of going to heaven. എന്നാൽ വേദവസ്തവം പഠിപ്പിക്കുന്നു, ഒരേ ഒരു ജന്മം, ഒരേ ഒരു ജീവിതം. But the Bible highlights of only one birth, only one life. ഇനി ഒരിക്കലും ഒരു ജന്മം കൂടെ ഇല്ല. There's no question of a second ഇതിനു birth. മുൻപ് നമുക്ക് ജന്മം ഉണ്ടായിരുന്നുമില്ല. Again, before which there was no other birth. നാം ഇതുവരെയും ഈ വഴിക്ക് വന്നിട്ടില്ല, ഇനി ഈ വഴിക്ക് നാം മടങ്ങി വരികയും. We have never undertaken this journey, and hereafter there's no question of pressing forward again. ആകയാൽ വേദവസ്തവം പഠിപ്പിക്കുന്നു, നിന്റെ ജീവിതത്തെക്കുറിച്ച് നീ അതീവ ഗൗരവമായിരിക്കണം. Therefore the Bible says then, with regard to life, he must be highly watchful. ഒരിക്കലായി ലഭിച്ച ഈ ജീവിതം എങ്ങനെ ചെലവഴിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു, എവിടേക്ക് പോകുന്നു എന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. It is his life that is given to once and forever. What is the way that you are pressing forward? What's the purpose you are moving on? You must be highly purposeful of the same. അപ്പോൾ ഒരിക്കലും മടങ്ങി വരാത്ത പാതയിൽ ഈ യാത്രയിൽ നാം പോകുന്നു, അതൊരു വാസ്തവമാണെങ്കിൽ It is true that we undertake a journey where there is no question of making a return. നാം എന്താണ് ചെയ്യേണ്ടത്? What is it that is to be done on our part? നമ്മുടെ യേശു മടങ്ങി വരാത്ത ഒരു പാതയിൽ അതേ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുക. Jesus Christ pressed forward an unreturnable way to Jerusalem. ക്രിസ്തു മുൻപ് പലപ്പോഴും വന്നിട്ടുണ്ട്, ഇതിൽ പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം തന്റെ ജീവിതാന്ത്യം അടുത്തതിനാൽ ഒടുവിലായിട്ട് കടന്നുപോകും. It is true, before this occasion Jesus Christ came here and moved forward, but this is the last occasion. അങ്ങനെ കടന്നു പോകുമ്പോൾ യേശുവിന് ഒരു ലക്ഷ്യമുണ്ടായി. As Jesus moved on, he had a specific goal. ഞാൻ എവിടേക്ക് പോകുന്നു? Where do I make way? ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു. I go to Jerusalem. ഞാൻ എന്തിനായി പോകുന്നു? What for do I go? എന്നെക്കുറിച്ചുള്ള ആ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നതെല്ലാം ചെയ്യുവാൻ ഞാൻ പോകുന്നു. What is written according to me in the scripture to fulfill everything? എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിപ്പാനായിട്ട് പോകുന്നു. The will of God concerning me should get fulfilled. That's why I move forward. മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും മരിക്കാനും ഉപദ്രവിക്കപ്പെടാനും ക്രൂശിക്കപ്പെടാനും മരിക്കാൻ ഞാൻ കടന്നു പോകുന്നു. To get persecuted, get crucified, and sacrifice my life for the salvation of mankind, I make my way. മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള ആ പഴയ ശത്രുവിനെ, ആ പഴയ പാമ്പിനെ, സാത്താനെ തോൽപ്പിക്കാനുള്ള യുദ്ധത്തിന് ജയത്തിനായിട്ട് ഞാൻ കടന്നു പോകുന്നു. I'm moving forward to wage the battle and elected victory over the enemy, who is as the oldest human history. എന്നാൽ നിങ്ങളുടെ കാര്യം എന്താ? But what about your history? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? Where do you make way? എന്തിനാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നേ? What do you make a mark? എന്താണ് ലക്ഷ്യം? What is your goal? നീ എന്താണ് നേടാൻ പോകുന്നത്? What is it that you are going to gain? ഭാവിയിൽ നിനക്ക് എന്ത് സംഭവിക്കുന്നു, എന്ത് ആദായപ്പെടുത്തുവാൻ പോകുന്നു? In the coming tomorrow, what you are going to benefit? ചിലർക്ക് ഈ യാത്ര എങ്ങോട്ടാണെന്നൊരു നിശ്ചയവുമില്ല. Some people do not know where do they make their mark. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. Regarding Albert Einstein, I heard such a story. അദ്ദേഹം എപ്പോഴും ബുദ്ധിമാന ശാസ്ത്രീയ ആരോഗ്യം ചിന്തിക്കാനേ നേരമുള്ളൂ. He was supposed to be the wisest man to the sun, and he would always think about science. ഞാൻ ടിക്കറ്റ് എടുത്ത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. He took the tickets and continued a journey in the train. ടിക്കറ്റ് എക്സാമിനർ വന്ന് അദ്ദേഹത്തെ കൊണ്ട് ചോദിച്ചു, ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. The ticket examiner came and asked, where is your ticket? പെട്ടെന്ന് നോക്കി, ബാഗിലില്ല, പോക്കറ്റിലില്ല, എങ്ങുമില്ല, ടിക്കറ്റില്ല, കളഞ്ഞുപോയി. To his surprise, it was missing. It was not in the bag nor in the pocket. താനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നപ്പോൾ എക്സാമിനർ പറഞ്ഞു, സാരമില്ല, താങ്കളെപ്പോലുള്ള ഒരാള് ടിക്കറ്റ് എടുക്കട യാത്ര ചെയ്യത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സാരമില്ല, വിട്ടിരിക്കുന്നു. As he is very much embarrassed and harassed, the ticket examiner said that a gentleman like you will not continue the journey without taking the ticket, therefore it's all right. സമാധാനമായി ഇരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് കടന്നു. I get pacified, be peaceful, and the ticket examiner moved to the next ഇദ്ദേഹത്തിന് section. സമാധാനം വരുന്നില്ല. This man lost his peace. ഇതിന്റെ അവിടെ എല്ലാം നോക്കുകയാണ്. Again and again he is in search of the ticket. സീറ്റിന്റെ കീഴിലെല്ലാം കയറി നോക്കുകയാണ്. He is in search of under the അവിടെ എല്ലാം seat. അന്വേഷിക്കുകയാണ്. Everywhere he is in search of. അപ്പോൾ ഈ ടിറ്റി ചോദിച്ചു, താങ്കൾ എന്തിനാ ടിക്കറ്റ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലോ, എന്തിനാ ഞാൻ അന്വേഷിക്കുന്നത്? Again the TT asked, and actually I told you that's all right, and why do you seek the ticket again?
താങ്കളെ കാണിക്കാൻ വേണ്ടിയല്ലേ ടിക്കറ്റ് അന്വേഷിക്കുന്നത്. I am not in search of this one, not to just to show you. ടിക്കറ്റ് കൈ കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ എവിടേക്കാ പോകുന്നത് എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി അന്വേഷിക്കുന്നു. If I get the ticket only, I will know what is my destination. That's why I am in search of. നടന്ന കാര്യമോ സാങ്കല്പികമോ പ്രാസംഗികരോ കഥയൊക്കെ ഉണ്ടാക്കും കേട്ടോ. എന്നാൽ പലരുടെയും ജീവിതം ഇതുപോലെയാണ്. Well, that is a true event, unimagined and fictitious story. But our case is like വണ്ടിയെ this. കയറി ഇരിപ്പുണ്ട്, യാത്ര തുറന്നുകൊണ്ടിരിക്കുക, എവിടേക്ക് പോകുന്നു ചോദിച്ചാൽ ഒരു നിശ്ചയവും ഇല്ല. We boarded the vehicle, we can do the journey. If somebody asks us, where do you alight? We do not know. എന്നാൽ നീ എവിടേക്ക് പോകുന്ന അറിയാൻ ഒരു മാർഗമുണ്ട്. But that is the way to know where do you alight. ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ Take this book and read. നീ എവിടേക്ക് പോകുന്നറിയാം. You can understand where do you way. നീ എവിടേക്ക് പോകണമെന്ന് നിനക്ക് തീരുമാനിക്കാൻ കഴിയും. You can decide as to where should you go. ചില ആളുകൾ ഈ ഐൻസ്റ്റീനെ പോലെ എവിടേക്ക് പോകുന്നു മറന്നുപോയിരിക്കും. But there's some people like this Einstein have forgotten as to their mark. അവർ ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തവരായിരുന്നു, ഇപ്പോൾ മറന്നുപോയി. It is true they have bought a ticket, but now they have forgotten. ഒരിക്കൽ കർത്താവിനായി ഹൃദയം കൊടുത്തു. Once they poured their heart to the Lord. ഒരിക്കൽ തിരുവചന പ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചു. Once they made up the mind to live the life according to the scripture. ദൈവം ഇടപെട്ടപ്പോൾ ദൈവമായി ഉടമ്പടി ചെയ്തു. The Lord talked to them, they made a covenant. ചിലപ്പോൾ സഭയിലോ പ്രാർത്ഥനയോ എഴുന്നേറ്റ് സാക്ഷ്യം പറയുകയും ചെയ്തു. Sometimes the congregation or a service they stood up and testified. എന്നാൽ ഇപ്പോൾ അത് മറന്നുപോയിരിക്കും. But now they are oblivious. ഇപ്പോൾ എവിടേക്ക് പോകുന്നുവെന്ന് ഒരു നിശ്ചയമില്ലാതുണ്ടെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. Without knowing where do they press forward, they just continue the ആകയാൽ journey. നീ പുറകോട്ടിറങ്ങി ചിന്തിക്കുക, ഓർത്തു നോക്കുക. Therefore have a rethought, rediscover നീ what is എടുത്ത lost. തീരുമാനം എന്തായിരുന്നു? What is the decision you had already arrived നീ at? രോഗക്കിടക്കയിൽ കിടന്നപ്പോൾ, When you were in the sick bed, നിനക്ക് അപകടം സംഭവിച്ചപ്പോൾ, when you met with accident, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കഷ്ടത്തിൽ കൂടെ കടന്നുപോയപ്പോൾ, when the most beloved one of you passed through suffering, നീ നിന്റെ കയ്യിൽ ഒരു ലഘുലേഖ കിട്ടിയപ്പോൾ, when you got a pamphlet in your hand, നീ വേദപുസ്തകം വായിച്ചപ്പോൾ, when you read the pages of the Bible, നീ ഒരു ആരാധനയിൽ പങ്കുകൊണ്ടപ്പോൾ, when you came to worship, ഒരു ദൈവവചനം ശ്രവിച്ചപ്പോൾ, when you inclined to the word of God, അതേ അർദ്ധരാത്രി സ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന് ഉണർന്നെഴുന്നേറ്റിരുന്നപ്പോൾ എടുത്ത തീരുമാനം എന്തായി? at midnight you had a dream, you got up and you made a decision. What was it today? അത് ഓർക്കുക, അതിനെ പുതുപ്പിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Recall the same, renew it. That is the desire of God ചിലരെ concerning സംബന്ധിച്ച് you. പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടേയില്ല. With regard to some people, so far they haven't arrived at such a decision. യേശു നല്ല തീരുമാനമെടുത്ത് യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. Taking a tangible decision, Jesus' wife is moving to Jerusalem. എന്നാൽ നമ്മൾ ചില ആളുകൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്ങോട്ട് ചെല്ലണമെന്ന്. But with regard to some of us, they haven't made up the mind to ask to where to move. രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, Got saved, സ്നാനപ്പെട്ടിട്ടുണ്ട്, got baptized, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, even got anointed, അന്യഭാഷയും പറയുന്നുണ്ട്, with talking tongues, ലോകത്തിനൊക്കെ ക്രമമായി വരുന്നുമുണ്ട്. and they are regularly attending the meetings. എന്നാൽ ഹൃദയത്തിൽ വ്യക്തമായി എങ്ങോട്ട് പോകുന്നു എന്നൊരു പ്രത്യാശയും നിശ്ചയമില്ലാതെ എങ്ങോട്ട് ചെല്ലണം എന്നൊരു തീരുമാനമെടുക്കാതെ യാത്ര ചെയ്യുന്നവരുണ്ട്. However, they do not have a hope, they do not have a sound decision as to what is the mark, where should they go. നിന്റെ തീരുമാനം നീ എടുക്കേണ്ടിയിരിക്കുന്നു. You have to make a decision. യേശു യെരുശലേമിലേക്ക് പോകാൻ തീരുമാനിച്ചു. നീ യെരുശലേമിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. Jesus decided to go to Jerusalem. You're not to go to Jerusalem, you need to take a decision too. യേശു ഉയർത്തെഴുന്നേറ്റ് സിയോനിലേക്ക് പോയി. നീ സിയോനിലേക്ക് പോകണമെങ്കിൽ നീ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. Jesus resurrected as a design. If you want to go to Zion, you have to make up a mind. ഇങ്ങനെ കൂട്ടത്തിൽ പാടിയും വെള്ളത്തിൽ പൂട്ടിയും ജീവിച്ചാൽ പോരാ. എവിടെ ചെല്ലണമെന്ന് നല്ല നിശ്ചയത്തോടും നല്ല ലക്ഷ്യത്തോടും അതിനേറ്റവും ഒരു ജീവിതം നീ നയിക്കേണ്ടിയിരിക്കുന്നു. It will not if you simply sing in the multitude and plow in the water. He not reach the destination, he must have a sound decision. ഞാൻ എവിടെ ചെല്ലണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടേക്ക് പോകാൻ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ എത്രയും വേഗം എടുത്തുകൊള്ളണം, വൈകി പോകാനിടയാകരുത്. You have to understand what is the will of God concerning my destination. Hitherto if you haven't arrived at it, this is high time, make it now and move forward accordingly. നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് The തുടർന്നുകൊണ്ടിരിക്കുകയാണ്. journey of life is just moving ahead. നമ്മളെല്ലാവരുടെയും യാത്ര പോലെ യാത്രയിൽ അപൂർവമായിട്ട് അവസരം കിട്ടിയ ഒരു മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു. Like all of us, there's a man who got a rare circumstance in the journey is mentioned in the scripture. ഒരു ഭാഗ്യവാനായ മനുഷ്യൻ, Was the most fortunate human അവനെ being. പോലെ ഒരു ഭാഗ്യം വേറെ ആർക്കും കിട്ടിയിട്ടില്ല. And no one is so fortunate as he is. അവൻ ആരാണെന്നറിയാമോ? You know who is that fellow? കുറേനക്കാരനായ ശിമോൻ. It is the Simon. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം വാക്യത്തിൽ അവനെ കുറിച്ച് വായിക്കുന്നു. Luke's Gospel chapter 23 verse 26 speaks of him.
And as they led him away, they laid hold upon one Simon, a Cyrenian, coming out of the country, and on him they laid the cross, that he might bear it after Jesus. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശിമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. ഇതാ യേശുവിലേക്ക് എന്ന യേശു ക്രിസ്തു അവിടെ വിസ്തരിക്കപ്പെട്ടു. അവൻ എങ്ങനെ കൊല്ലണമെന്നുള്ളതായ വിധിയുമായി പടയാളികൾ അവനെ ഗോൽഗോഥയിലേക്ക് കൊണ്ടുപോകുകയാണ്. Jesus Christ was interrogated then. The soldiers escort to him as to how he should be crucified. അടിയേറ്റ് മുറിവുകളേറ്റ് രക്തം വാർന്നൊലിച്ച് അവശനായി ഈ തന്നെ ക്രൂശിക്കാനുള്ള ക്രൂശുമരം ചുമക്കുവാൻ പോലും ഘ്രാണയില്ലാത്തവനായി വീണു എഴുന്നേറ്റും യേശു മുൻപോട്ട് പോകുകയാണ്. The very Jesus Christ who has bruised, who has thrashed upon completely lacerations, and the blood is trickling down. Even he is not able to bear the cross on which he must be crucified without knowing as to where to go. He is moving. റോമൻ പടയാളികൾ പരസ്പരം സ്വകാര്യം പറഞ്ഞു, ഇവൻ അവിടം വരെ എത്തുന്ന ലക്ഷണമില്ല. The Roman soldiers hobnobbed, he would not reach the mark. ഈ ക്രൂശമരം ഇനി ചുമപ്പിച്ചാൽ ഈ വഴിയിൽ വെച്ച് മരിക്കും, അവനെ ക്രൂശിച്ച് കൊല്ലണം എന്നുള്ള കൽപ്പന നമുക്ക് നടപ്പാക്കാൻ കഴിയാതെ പോയേക്കാം. If we make him again continuously bear this cross, he will not reach then, he will die in the midway. We cannot execute the verdict that he must be crucified. ആകയാൽ ഈ യേശുവിന്റെ ക്രൂശ് നമുക്ക് ആരെ കൊണ്ടെങ്കിലും ചുമപ്പിച്ചാലോ എന്നവരെ ചിന്തിച്ചു. Therefore they just discuss as to if we just make someone else bear his cross. അവര് കേരള പോലീസുകാരെ പോലായിരുന്നു. And it is like the Kerala police. കട്ടവനെ പിടിച്ചില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുവാണ്. If the stolen is not caught, the found will be caught. ഈ ആരോഗ്യമുള്ള ഒരു പടയാളിക്ക് രണ്ടുപേരും കൂടി അപ്പുറം ഇപ്പുറം നോക്കിയാൽ പോരായിരുന്നു. And these soldiers, and they could just look around. അവരിങ്ങനെ നോക്കി വയലിൽ ജോലിയും കഴിഞ്ഞ ഒരു മനുഷ്യൻ വരുന്നു. They looked around. A man after his work in the country. ഭാര്യയും മക്കളൊക്കെ ഉള്ളൊരു മനുഷ്യനാ, പ്രായമുള്ള ആളാ. A family man with his wife and children, an elderly man. അവനെ കണ്ടപ്പോൾ അവരിങ്ങോട്ട് വരാൻ പറഞ്ഞു. Beholding him, he was just sure to come. ഈ ക്രൂശ് നീ ചുമന്ന് അവിടം വരെ കൊണ്ടുവരണം. Bear this cross and take up to that mark. അവനെ കൊണ്ട് അവരത് ചുമപ്പിച്ചു. So they made him bear the cross. പ്രിയമുള്ളവരെ, ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചുമക്കുമോ? Beloved ones, in that place, had it been I, would we do it? അങ്ങനെ അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യുമോ? If we get an opportunity, will I do? ഹല്ലേലൂയ, ഞാനത് ചെയ്യും. I will do it. കാരണം മുറിവേറ്റ് രക്തം മാറുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നടന്നു പോകുന്നത് എന്റെ രക്ഷകനാണ്. Because the lacerated, trickling blood strolling through is my Savior. അവൻ ചുമക്കുന്നത് ക്രൂശിൽ അവൻ മരിച്ചിട്ട് വേണം എന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകാൻ. The cross that he bears after his death only, there should be propitiation for my sins. അവൻ ആ ക്രൂശിൽ ആ മരത്തിൽ തൂങ്ങിയിട്ട് വേണ്ട ഒരു ശാപം മാറാൻ. After hanging on the cross and dying only, my curses should be wiped. അവൻ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് വേണം എനിക്ക് മരണത്തിന്മേലും പാതാളത്തിന്മേലും ജയമെടുക്കുവാൻ. After his death, burial and resurrection only, I should attain victory over death and hell. അവൻ കാൽവരിയിൽ ജീവൻ കൊടുത്തിട്ട് വേണം, അവൻ സാത്താനെ ജയിച്ചിട്ട് വേണം എനിക്ക് സാത്താനുമേൽ ജയാളിയായി തീരാൻ. After pouring his life on Calvary, after reach the devil under his feet only, I should become a victor over the devil. ക്രൂശി ചുമക്കുവാൻ ആ പടയാളി എന്നോട് പറഞ്ഞെങ്കിൽ ഞാൻ സന്തോഷമായി കൊണ്ടുപോകുമായി. If the soldier had asked me to bear the cross joyfully, നിങ്ങൾ I could ചെയ്യുമോ? have borne it. നിങ്ങൾ ചെയ്യുമോ? Would he do it? ഇപ്പോഴാണെങ്കിൽ ചെയ്യുമോ? If now we do it, കരമുയർത്തിയാട്ടെ. lift up your hand. യേശുവിനെ ക്രൂശി ചുമക്കുവാൻ നിങ്ങൾ ആരും ആവശ്യപ്പെട്ടാൽ സന്തോഷത്തോടെ ചുമക്കുമെന്ന തീരുമാനമുള്ള ഒരു കരമുയർത്തി അനലിയ പറഞ്ഞേ. Hallelujah. നമ്മളത്ര അനുഗ്രഹിക്കപ്പെട്ടവരാ. We are so privileged. പക്ഷേ ഈ ശിമോനുണ്ടല്ലോ ഒരു മണ്ടനായിരുന്നു. But this Simon was a fool. അവൻ പറയാ, അയ്യോ എന്നെ കൊണ്ടൊക്കത്തില്ല. He says, I cannot. ഈ കുറ്റവാളി ഇദ്ദേഹം ക്രൂശിക്കപ്പെടാനുള്ള ക്രൂശി ഞാൻ തന്നെ നോക്കുന്നേ. So this criminal, this is to be borne by him. Why should I bear? നാട്ടുകാർ നോക്കിയാൽ ഞാനും ഒരു കള്ളനാന്നേ പറയത്തുള്ളൂ. And the people of the country would say that I'm also a criminal. മാന്യവും മര്യാദയുമാ കുടുംബം നയിക്കുന്ന ഞാൻ എന്തിനാ വെറുതെ എന്റെ പേര് കിടുന്നത്? I'm leading an honorable life, domestic life. Why should I destroy my family reputation? ഞാൻ ഈ ക്രൂശി ചുമന്നുകൊണ്ട് പോയാൽ നോക്കുന്നവരെല്ലാം എന്നെ കുറ്റവാളിയായിട്ട് നോക്കും. If I bear the cross, all the passers-by would consider me as a culprit. അതുകൊണ്ട് എനിക്ക് വയ്യാന്നാവും പറഞ്ഞു. If he says, I cannot. അറിഞ്ഞുകൂടാത്ത മനുഷ്യൻ.
The man who doesn't know, എന്നാൽ പടയാളികൾ അവനെ നിർബന്ധിച്ചു. the soldiers persuaded him. ലൂക്കോസിൽ എഴുതിയിരിക്കുന്നത് അവനെ കൊണ്ട് ചുമപ്പിച്ച് പുറകെ നടക്കുമാറാക്കിയെന്ന്. Luke's gospel we read, he was made to bear. and to ഇതേ follow. സംഭവം മത്തായിയും മർക്കോസ് എഴുതിയിരിക്കുമ്പോൾ അവനെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചതായിരിക്കും. But the same episode is studied marked in Matthew and Mark, where we understand he was compelled to bear. അവനെ നിർബന്ധിക്കേണ്ടി വന്നതിന് പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. There are many reasons that contributed to the compulsion. എന്നാൽ ഇന്ന് നിങ്ങൾ ചില ആളുകളെയും നിർബന്ധിക്കേണ്ട നിലയിലാണ്. But today, some of you need to be compelled. അങ്ങനെ നിർബന്ധിക്കേണ്ട നിലയിലാണെങ്കിൽ നിങ്ങളെ നിർബന്ധിക്കുന്നത് ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. If you're under persuasion, I don't feel it wrong to compel you. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്നുള്ള സത്യം അംഗീകരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കാം, എങ്കിലും നിന്നെ ഞാനതിന് നിർബന്ധിക്കുന്നു. If you find it hard to accept Lord Jesus Christ as a Savior, I just persuade you to embrace the നിന്റെ Savior. പാവങ്ങളെ വിട്ട് മനം തിരിഞ്ഞ് ദൈവഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് നിനക്കൊരു ബോധമില്ലെങ്കിലും ആവശ്യബോധമില്ലെങ്കിലും ഞാൻ നിന്നെ അതിനായി നിർബന്ധിക്കുന്നു. You may not be aware of the end. You have to live away from your sin and lead an exemplary life, but I have to compel you for the same. നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, നിനക്കതിന് ആവശ്യബോധമില്ലായിരിക്കാം, എന്നാൽ നീ സ്നാനപ്പെടണമെന്ന് ഞാൻ നിന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. Even though you are a saved person, so far you are not convinced that you must take water baptism, but I have to compel you to do നീ the same. അഭിഷേകം പ്രാപിച്ചിട്ടില്ല, നീ ഒരു കൂട്ടായ്മയിൽ സ്ഥിരമായി ഒരംഗമായി പോകേണ്ട ആവശ്യം നിനക്ക് തോന്നുന്നില്ല, എങ്കിലും അതിനായി ഞാൻ നിന്നെ നിർബന്ധിക്കുന്നു. Hitherto you have not received the Holy Spirit of God. Again, you do not have the feeling that I should be the regular visitor of a fellowship, but hereafter I have to compel you for the നീ same. ഒരു ഞായറാഴ്ച ഒരു പള്ളിയിൽ പോകും, അടുത്ത ഞായറാഴ്ച വേറെ പള്ളിയിൽ പോകും. One Sunday you would attend service at one fellowship, next Sunday at somewhere else. കൃത്യമായിട്ട് ഒരു ആരാധനയിൽ സംബന്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. And you do not have the feeling that adequately you must be regular to one place. ആരാധനയ്ക്ക് പോയാൽ കൂടെയും അവിടെ പോയി ഇരുന്നിട്ട് ആശീർവാദം എഴുന്നേറ്റ് പോകണമെന്നല്ലാതെ ആ സഭാ ശുശ്രൂഷകളോട് ഒരു ബന്ധം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. Even after going to some particular service, you simply make a person's name. After the benediction, you want to escape their friend. You want to maintain a fellowship with the leader's name. എന്നാൽ നിനക്കൊരു അപ്പോസ്തലികമായ കൂട്ടായ്മ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നതിനാൽ ഞാൻ നിന്നെ അതിനായി നിർബന്ധിക്കുന്നു. But it is felt to me that it is indispensable for a fellowship. Therefore, I persuade you. വവ്വാല് മരത്തിന് കൊമ്പിൽ വന്നിരിക്കുകയും പോവുകയും ചെയ്യുന്നത് പോലെ പോകാതെ നിനക്ക് സഭയോടും വിശ്വാസികളോടും ശുശ്രൂഷകരോടും ഒരു ബന്ധം ആവശ്യമാണെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ നിന്നെ നിർബന്ധിക്കുന്നു. It is not like a bat coming to a tree, departing therefrom, and you are simply coming and moving here about, but I'm convinced that you need to be a regular visitor of fellowship. Therefore, I compel you. ശിമോനെ നിർബന്ധിച്ചിട്ടാണ് അവനത് ചെയ്തത്. This Simon was persuaded and he obeyed. ഇന്ന് പകൽക്കാലം നിർബന്ധത്തിന് വഴിയെങ്കിലും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. It is this noon time, at least yielding to pressure. If you do it, it is benevolent to you. പടയാളികൾ ശിമോനെ നിർബന്ധിച്ച യേശുവിന്റെ പിന്നാലെ നടക്കുമാറാണ്. The soldiers compelled Simon, and he was made to follow Jesus. നമുക്കും ക്രൂശ് ചുമന്നുകൊണ്ട് യേശുവിന്റെ ക്രൂശ് ചുമക്കണ്ട, നമ്മുടെ ക്രൂശ് ചുമന്നുകൊണ്ട് യേശുവിന്റെ പിന്നാലെ നമുക്ക് നടക്കാം. Let us also bear the cross, not the cross of Jesus, but our own cross, and follow our Master. ആരും നിർബന്ധിക്കാതെ നമുക്ക് നടക്കാം. Without the persuasion of anybody, let us also march. അല്ല, ആരെങ്കിലും നിർബന്ധിച്ചതിന് വിധേയമായിട്ടാണെങ്കിൽ നിന്റെ ഭാര്യ നിർബന്ധിക്കുന്നത് കൊണ്ടോ, ഭർത്താവ് നിർബന്ധിക്കുന്നത് കൊണ്ടോ, അപ്പനമ്മയെ നിർബന്ധിക്കുന്നത് കൊണ്ടോ, മക്കൾ നിർബന്ധിക്കുന്നത് കൊണ്ടോ, ശുശ്രൂഷ നിർബന്ധിക്കുന്നതുകൊണ്ടോ ആയാലും വേണ്ടില്ല, നീ എങ്ങനെയെങ്കിലും യേശുവിന്റെ പിന്നാലെ ഒന്ന് നടന്നു കണ്ടാൽ മതി. Even if the process is after yielding to pressure, with the husband or the wife, the children, the parents, anybody, and yield to the compulsion and march. യേശുവിനെ പിന്നാലെ നടക്കുവാൻ എത്ര പേര് തീരുമാനിക്കും? The how many make up a mind to follow Jesus? ക്രൂശെടുത്തുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് നടക്കുവാൻ, Bearing the cross and marching to kingdom of heaven. കർത്താവിന് വീണുവരവുകൾ എടുക്കപ്പെടുന്നതിന് വേണ്ടി മുൻപോട്ട് യാത്ര ചെയ്യുവാൻ, To continue the journey, it ought to be taken up at the second coming of the Lord. യാത്ര ചെയ്ത് പുതിയ യെരൂശലേമിൽ എത്തിച്ചേരുവാൻ, Marching on and get destinated in Jerusalem. ക്രൂശെടുത്ത് പിൻപറ്റി സിയോൻ എത്തിച്ചേരുവാൻ എത്ര പേര് തീരുമാനിക്കും? Bearing the cross, following him, reaching Zion. How many make up the mind? ഒരിക്കലും പിന്മാറാതെ യാത്ര ചെയ്യാം. Never should we backtrack and move forward. യേശു എന്നാശ
സിയോനിൻ ലാക്ക് യേശു എന്നാശ സിയോനിൻ ലാക്ക് യേശു എന്നാശ സിയോനിൻ ലാക്ക് പിന്മാറില്ല ഞാൻ മാറില്ല പിന്മാറില്ല ഞാൻ മാറില്ല I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. നമ്മുടെ യാത്ര ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയാണെങ്കിൽ യേശുവിനെ പിൻപറ്റി അവന്റെ പിന്നാലെ പോകുന്ന ഒരു ജീവിതമായിട്ടത് കാണപ്പെടട്ടെ. If a journey is an unreturnable one, let it be a journey following Lord Jesus Christ. ഞാൻ പറഞ്ഞല്ലോ, ഈ യാത്രയിൽ നാം ഇനി ഒരിക്കലും മടങ്ങി വരികയില്ലാത്തൊരു യാത്രയാണ്. I already mentioned that this is an unreturnable journey. ഇതുപോലെ വേറൊരു സത്യമുണ്ട്. In the same way, there exists another truth. ഈ യാത്രയിൽ നാം പലരെയും കണ്ടുമുട്ടും. അവർ പലരെയും നാം ഒരിക്കലായി മാത്രം കണ്ടുമുട്ടുകയാണ്. It is in this journey we may come across many individuals, but that's the first and last time we come നമ്മുടെ across. ജീവിതയാത്രയിൽ നാം കണ്ടുമുട്ടുന്ന പലരെയും പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടിയെന്ന് വരികയില്ല. Many people that we come across in the journey of life, sometimes we may not get some of the opportunity to meet them. അങ്ങനെയെങ്കിൽ നാം അവർക്കായി എന്ത് ചെയ്യണം? If that being so, for them what we need to do. തിരുവഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. I would like to bring to your attention a few things from the നമ്മെ scripture. ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൂതറിയിക്കുന്ന ഒരു വ്യക്തിയെ നാം വഴിമധ്യേ കണ്ടുമുട്ടിയാൽ എന്ത് ചെയ്യണം? A person who is bringing us the tidings to get us delivered from judgment, if we meet in the midway, what we need to do. മനുഷ്യൻ പാപത്തിൽ ജീവിച്ച് നിത്യ ന്യായവിധിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Man is leading a sinful life and traveling into eternal perdition. ഇത് കണ്ട് മനം നൊന്ത ദൈവം അവനോട് ന്യായവിധിയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും അറിയിക്കുവാൻ ദൂതറിയിക്കുവാൻ ആളുകളെ അവന്റെ അടുക്കൽ അയക്കും. Beholding this, getting worried, the Lord is sending his people to preach the punishment and to deliver him therefrom. ചില വീട്ടിലായിരിക്കും അവരെ കണ്ടുമുട്ടുന്നത്. Sometimes at home he may be met with. വാഹനയാത്രയിലായിരിക്കാം. Sometimes in the journey in the vehicle. ചിലപ്പോൾ ആ ഒരു പാർക്കിലോ ബീച്ചിലോ വെച്ചായിരിക്കാം. Sometimes at a park or on beach. ചിലപ്പോൾ ജോലിസ്ഥലത്തായിരിക്കാം. Sometimes at the employment ഏത് place. സ്ഥലത്തുമായിരിക്കാം നിന്നെ ന്യായവിധി വിടുവിപ്പാൻ ദൂതറിയിക്കുന്ന വ്യക്തിയെ നിന്റെ വഴിമധ്യേ നീ കണ്ടുമുട്ടും. Whatever may be the place, but the person is sent to you in order to convey the message to deliver you for the punishment. ആ ദൂത അറിയിക്കുന്ന വ്യക്തിയെ വഴിമധ്യേ കണ്ടുമുട്ടും. പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടിയെന്ന് വരികയില്ല. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം? If you meet the messenger in the midway, if you will not get some other opportunity, what you ought to do? നമ്മൾ 2 ദിനവൃത്താന്തം 36 അധ്യായം 15 വാക്യത്തിൽ വായിക്കുമ്പോൾ 2 Chronicles chapter 36, the 15th verse says, ഇങ്ങനെ തങ്ങളുടെ അടുക്കിലേക്ക് ദൂതുവാഹികൾ വന്നപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ്. when the messengers came into him, what did Israel do? And the Lord God of their fathers sent to them by his messengers, rising up betimes and sending, because he had compassion on his people and on his dwelling place. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണ്. തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും ദൈവത്തിന് സഹതാപം തോന്നി. To God Israel, the reference is given. The Lord had compassion with regard to his people and ഈ Israel. ജനം ഈ പോക്ക് പോയാൽ ന്യായവിധിയിൽ അവസാനിക്കും. If this is a wretched situation with the people, that will end in judgment. അവരുടെ നിവാസവും ശത്രുക്കളുടെ കയ്യിലായി പോകും. If the habitation will be compounded by the enemies. ദൈവത്തിന് കോപമുണ്ടായിട്ടല്ല, സഹതാപം തോന്നിയിട്ട് അവരെ വരുവാൻ ന്യായവിധി അറിയിപ്പാനായിട്ട് ദൂതുവാഹികളെ അവരുടെ അയക്കലായി. It is not because of the indignation of God. The God is moved with the compassion. Therefore the Lord is sending messengers in order to deliver them from the punishment. അവരെങ്ങനെയാണ് പ്രതികരിച്ചത്? What was their response? 16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, The 16th verse adds, അവരുടെ വാക്കുകളെ അവരെ നിരാകരിച്ച്
നിന്ദിച്ച് ഉപശാന്തി ഇല്ലാതാകുവോളം നിന്ദിച്ചു കളഞ്ഞു. And they mocked, despised, and the wrath of God against them came upon. അവരെ ന്യായവിധി വിടുവിപ്പാനായിട്ട് ദൂതവാഹികളെ അയച്ചപ്പോൾ When the messenger was sent in order to deliver them from the judgment, ദൈവത്തിന്റെ സഹതാപ നിമിത്തം ആ വാക്കുകൾ അവരെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ, because of the compassion of God, when the news was informed to them, അവരെ വാക്കുകളെ തള്ളിക്കളഞ്ഞു. they despised the words. ആ വാക്കുകൾ അറിയിച്ചവരെ അവർ പരിഹസിച്ചു The കളഞ്ഞു. messengers were mocked at. ഒരു വാക്ക് പ്രത്യേകം കൊടുത്തിരിക്കുന്നു, ഉപശാന്തി ഇല്ലാതാകുവോളം. It is used that under the wrath of the God arose. യാതൊരു പോംവഴിയും ഇനി യാതൊരു ക്ഷമയും യാതൊരു നീക്കുപോക്കും ഇല്ലാതാകുന്നത് വരെ അവരെ നിന്ദിച്ചുകൊണ്ടിരുന്നു. There was no remedy, there was no solution, there was no alternative. Till then, they mocked it. പ്രിയമുള്ളവരെ, നമ്മളോട് നമ്മുടെ പോക്ക് ശരിയല്ല എന്ന് പറയാൻ നമ്മുടെ അടുക്കളി വഴിമധ്യതയും ആളുകളെ അയക്കും. Beloved ones, the Lord may send His messengers and not intimate us that our journey is not the correct one. അവർ വന്ന് നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണും. They will come and they will highlight our own shortcomings. ചിലപ്പോൾ മുഖത്ത് നോക്കി അവർ ഉള്ളത് പറഞ്ഞെന്ന് വരും. Sometimes look at your face, they may expose what is within our heart. ഒരു ദയവുമില്ലാതെയും മയയില്ലാതെയും അവർ കാര്യങ്ങൾ പറഞ്ഞെന്നിരിക്കും. They may deal with this without any kind of any compromise. അവർ നിന്നെ ശാസിക്കും, ചിലപ്പോൾ ശിക്ഷിച്ചെന്നും വരും. Sometimes they may rebuke, sometimes they chasten. നീ എന്ത് ചെയ്യണം? What do you have to do? നീ കഴിഞ്ഞ കാലങ്ങൾ എന്ത് ചെയ്തു? What did you do in the yesterdays? എന്നാൽ നീ എന്താണ് ചെയ്യേണ്ടത്? What you need to do? ഇസ്രായേൽ തന്നെ മറ്റൊരിക്കൽ ചെയ്തത് നമ്മൾ വായിക്കുന്നുണ്ട്. On another occasion, we are able to read of what had been done by Israel. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇസ്രായേൽ മറ്റൊരു സന്ദർഭത്തിൽ ക്രിയാത്മകമായി പ്രതികരിച്ചു. Book of Judges chapter 2 verses 4 and 5, we understand on at another occasion they responded constructively. യഹോവയുടെ ദൂതൻ ഈ വചനം എല്ലാ ഇസ്രായേൽ മക്കളോടും പറഞ്ഞപ്പോൾ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്തിന് ബോഖീം എന്ന് പേരിട്ടു. അവിടെ യഹോവയ്ക്ക് യാഗം കഴിച്ചു. And it came to pass, when the angel of the Lord spake these words unto the children of Israel, that the people lifted up their voice and wept. And they called the name of that place Bochim, and they sacrificed there unto the Lord. അതേ ഇസ്രായേൽ ജനത്തിന്റെ വഴികെട്ട പോക്കിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ ദൈവം ഒരു ദൂതനെ അയച്ചു. When the drifting way of Israel was brought to the knowledge, the Lord sent a messenger for the same. അവിടെ തെറ്റുകളെയും വീഴ്ചകളെയും പിന്മാറ്റത്തെയും എല്ലാം ദൂതൻ ശാസിച്ച് സംസാരിച്ചു. The angel came there, highlighted their own shortcomings, pitfalls, back to the nature, rebuked them. വാക്കുകൾ കേട്ടപ്പോൾ ജനമെല്ലാം ഇരുന്ന് അനുദപിച്ച് കരഞ്ഞു. Listening to the words, all the people got remorse and wept. അതൊരു ചുമ്മാ കരച്ചിലായിരുന്നു, ഒരു കൂട്ട കരച്ചിലായിരുന്നു. It was not an empty weeping, that was a collective cry. ഒരു കൂട്ട വിലാപമായിരുന്നു. That was a collective wailing. അവരിരുന്ന സ്ഥലത്തിന് പോലും ഒരു പേരുണ്ടാവുമാർ, ബോഖീം എന്ന പേരുണ്ടാവുമാർ, അത്ര വിലാപമായി. It because the same, the place got the name Bochim because the wailing was so great. നമ്മുടെ വഴിയാത്രയിൽ നമ്മുടെ ന്യായവിധിയെ കുറിച്ച് തെറ്റുകളെ തിരുത്തുവാൻ ദൂതവാഹികളെ അയച്ചാൽ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കും കരയാം. During the course of a journey, in order to mend our ways, in order to correct us, when the Lord sends His messengers, let us also weep over a drawback. നാഥാൻ ദാവീദിനോട് പറഞ്ഞ പോലെ ആ മനുഷ്യൻ നീ തന്നെ, ആ സ്ത്രീ നീ തന്നെ എന്ന് പറയുമ്പോൾ എതിർക്കാതെ മത്സരിക്കാതെ കരയാം, എനിക്ക് തെറ്റിപ്പോയി. As Nathan said to David, thou art the same man, thou art the same woman, instead of becoming belligerent, let us subdue ourselves and weep. കേവലം കരച്ചിൽ പോരാ, തെറ്റ് തിരുത്തുവാനും മനം തിരിയുവാനും തയ്യാറാവണം. Mere weeping will not do. We must come forward to rent our ways, mend our ways. ചില ആളുകൾ കരയും പിന്നെയും കരയും, തെറ്റ് തിരുത്താനും മനം തിരിയാനും മനസ്സില്ല, പിന്നെയും പഴയ തെറ്റിലേക്ക് പോകും. Some people weep and weep again, but they are not prepared to mend their ways again. They will go back to the previous drawbacks. ഈ ജീവിതയാത്രയിൽ കഴുകി ശുദ്ധീകരിപ്പാൻ കഴിയുന്നവനെ നമ്മളെ അടുക്കിലേക്ക് വരും, നാം അവനെ കണ്ടുമുട്ടും. It is a journey of life. He who is able to cleanse and sanctify will be sent to us. We have to accept Him and we. നമ്മളെ കഴുകുവാൻ കഴിയുന്നവൻ ആരാണ്? യേശു മാത്രം. It is Jesus the only one who is able to cleanse us. യോഹന്നാൻ 13:8 വായിക്കുമ്പോൾ In John 13 verse 8, അവിടെ തന്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് അവരെ കഴുകുവാൻ, കാലുകൾ കഴുകുവാൻ പാത്രത്തിൽ വെള്ളവുമായി ഒരാൾ കടന്നു ചെല്ലുന്നു. now we understand there is one who is to enter the disciples with a vessel and bowl in water to wash their feet. അതേ അങ്ങനെ കടന്നു ചെല്ലുന്നതായ ആ സമയത്ത് അതേ
അവർ ഓരോരുത്തരും തങ്ങളെത്തതിനായി വിധേയപ്പെടുത്തി കൊടുത്തു. As the Lord commanded them to wash, everybody is subjected to themselves. ഈ കഴുകുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് കർത്താവ് പറഞ്ഞു. But the Lord just explained as to what is the purpose of this washing. ഞാനിപ്പോൾ നിങ്ങളെ കഴുകിയില്ലെങ്കിൽ, ഞാൻ നിങ്ങളെ കഴുകാൻ വിട്ടുതന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊരു പങ്കുപോകരി ലഭിക്കുകയില്ല. Unless I wash you now, if you do not permit, you will not have any part with me. നിർഭാഗ്യരെന്ന് പറയട്ടെ, ഒരാൾ ശുദ്ധനായില്ല. Unfortunate to say, one person was not polluted. 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല. Coming to 10-11, the Lord says that you are not, all of you are not clean. തന്നെ കാണിച്ചു കൊടുക്കുവാൻ നിർണയത്തോടുകൂടെ പണവും കൈപ്പറ്റിയിരിക്കുന്ന ഒരുത്തനിടയിൽ ഉണ്ടായിരുന്നു. If there's one in the between who already accepted the bribe to betray the Lord. രക്ഷകൻ പാത്രത്തിൽ വെള്ളവുമായി കഴുകാൻ ചെന്നപ്പോഴെങ്കിലും അനുതാപത്തോടെ കണ്ണുനീരോടെ താഴെ വീണന്റെ പാല കട്ടിപ്പിടിച്ച്, കർത്താവേ എനിക്ക് തെറ്റിപ്പോയി എന്നവനെ പറയാമായിരുന്നു, പറഞ്ഞില്ല. When the Savior took a basin full of water and they came unto him, even with the pricking consciousness, he could have said unto the Lord, Master, I'm undone, justify you unto me. But he didn't. വിചാരിച്ചിരിക്കാം, അടുത്ത പ്രാവശ്യം ആവട്ടെ, അടുത്ത അത്താഴത്തിനാവട്ടെ. He should have postponed to the next communion. ഒരിക്കലും ഇനി അവസരം കിട്ടിയില്ല. Never did he get opportunity. കഴുകപ്പെടാനും ശുദ്ധീകരിക്കപ്പെടുവാനും അവന്റെ അടുക്കിലേക്ക് യേശു കടന്നു ചെന്നത് ഒരിക്കൽ ആദ്യവും അവസാനവുമായി. It is for the first and last time the Lord went unto him in order to wash, cleanse and നിന്റെ sanctify him. ജീവിതയാത്രയിൽ നീ ഇനി ഒരിക്കലും ഈ നിന്നെ കഴുകുവാൻ വരുന്നവരെ കണ്ടുമുട്ടിയെന്ന് വരികയില്ല. ആകയാൽ അവൻ വരുമ്പോൾ നിന്നെ വിട്ടുകൊടുക്കുക. Perhaps in this journey of life, the people who are coming into you in order to wash, cleanse and sanctify you, you may not meet again. Therefore, now subject yourself. പത്രോസിന് തുടക്കത്തിൽ അല്പം വിമുഖതയുണ്ടായിരുന്നു. In the beginning, Peter was reluctant. എന്നാൽ ഇതിന്റെ ഗുണത്തെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ മനസ്സോട് സമ്മതിച്ചു. After having understood the positive results, wholeheartedly he accepted. അവന്റെ വാക്ക് ശ്രദ്ധിക്കുക. He inclined to his words. താവേ അങ്ങനെയാണെങ്കിൽ, Oh Lord, if that being so, എന്റെ കാല് മാത്രമല്ല എന്റെ തലയും കൂടെ കഴുകണം. not only my feet, wash even my head. നിന്നെ കഴുകുന്നവൻ നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിനക്കിങ്ങനെ സമ്മതിച്ചു കൊടുക്കുവാൻ കഴിയുമോ? He who washes you, when comes nigh unto you, can you accept and obey? അടുത്ത ശുദ്ധീകരണത്തിന് കഴുകപ്പെടാം. And don't be devoted to the next communion. അടുത്ത തിരുവത്താഴത്തിന് ഞാൻ കഴുകപ്പെടാം. For the next Last Supper I will get cleansed. അല്ലെങ്കിൽ ഒരു ആണ്ടർവി മീറ്റിംഗിന് ആയിക്കൊള്ളട്ടെ. Or at the year-end service, let it be. കഴുകുവാൻ വരുന്നവൻ ഇനി ഒരിക്കലും നിന്റെ അടുക്കിലേക്ക് വരാതിരുന്നാലോ? He who washes, suppose if he never comes again, നീ നിന്റെ പാപങ്ങളുമായി യൂദായെ പോലെ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരികയില്ലേ? holding your sins forever and ever, like Judas, you may have to go to everlasting അവരെ hell. കഴുകുവാൻ അവൻ ഒരിക്കലായി കടന്നു നിന്നതുപോലെ നമ്മളെ കഴുകുവാൻ യേശു ഒരിക്കൽ മാത്രമാണ് വരുന്നതെന്ന് എടുത്ത് നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. As the Lord came into them once and the last time, not to wash them, when the Lord comes unto us, we have to think that's the first and last time, and subject ourselves to be cleansed. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളെ അനുഗ്രഹിപ്പാൻ വരുന്നവനെ നാം കണ്ടുമുട്ടും. It is a journey of life. We have to meet the one who comes forward to bless us. ഒരിക്കൽ മാത്രം. That's once. ഇസ്ഹാക്കിന് ഏശാവെന്ന് യാക്കോബിന് 2 മക്കൾ. ഇസ്ഹാക്കിന് Isaac had 2 sons, Jacob and Esau. ഇസ്ഹാക്ക് പ്രായമായപ്പോൾ പറയുകയാണ്, ഞാൻ താമസിക്കാതെ മരിക്കും, When അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കാൻ പോകുകയാണ്. When മൂത്ത Isaac മകനെ വിളിച്ചു പറഞ്ഞു, വരിക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. During his old age, Isaac said that, I'm going to die. Therefore, some of your children, I'm going to bless thee. എന്നാൽ അനുഗ്രഹിപ്പാനായിട്ട് ഇസ്ഹാക്ക് തീരുമാനിച്ചപ്പോൾ ചെന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിൽ ഏശാവ് പരാജയപ്പെട്ടു. Therefore, when this Isaac made up his mind to bless, there Esau failed in that process. ഒരിക്കലായിട്ടും എന്നേക്കുമായിട്ടും ആ അവസരം നഷ്ടമാണ്. It is once and for all, he lost that opportunity. 27:38 വായിക്കുമ്പോൾ Genesis 27 verse 38. ഒരിക്കലായി ലഭിച്ച അനുഗ്രഹം പ്രാപിപ്പോൾ അവസരം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ് അവൻ നിലവിളിക്കുകയാണ്. And he lost that opportunity, that is once in the lifetime. Now he is bewailing. പൊട്ടിക്കരഞ്ഞു, അപ്പാ ഒരനുഗ്രഹം നിനക്കുള്ളോ? He burst into cry saying, Father, has the only one നീ blessing. ഒരനുഗ്രഹം എനിക്ക് വേണ്ടി പ്രത്യേകം വെച്ചിട്ടില്ലയോ? Have you reserved at least another blessing for me? അപ്പാ എന്നെ കൂടെ അനുഗ്രഹിക്കണമേ. Oh Father, bless me too. ഇല്ലില്ല. Alas, it is late. അനുഗ്രഹം പ്രാപിപ്പാൻ ഒരു അവസരം അത് പോയി കഴിഞ്ഞിരിക്കും. There is only one opportunity that is absolutely lost. നിന്നെ അനുഗ്രഹിപ്പാനായി നിന്റെ അരുമനാഥൻ നിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവസരം നഷ്ടമാക്കിയാൽ നീ എന്നേക്കും നഷ്ടപ്പെട്ടെങ്കിലോ? When the loving Master comes and he not to bless you,
forever. If you forfeited that golden opportunity, നീ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നിട്ട് അനുഗ്രഹം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയാലോ? without committing yourself, if that blessing is lost forever. 76 മുതൽ 79 വരെ എന്റെ കർത്താവ് എന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് വിളിച്ചു. From 76 to 79, the Lord called me to do His ministry. ചില കാരണങ്ങൾ പറഞ്ഞ് ഞാൻ അതിന് യെസ് എന്ന് പറയാതിരുന്നു. Specified certain reasons, I did not accept it. 79 കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ഈ വർഷം ഏറ്റവും ഒടുവിലത്തെ അവസരം തരികയാണ്. In 79, the Lord told me, this year I give you the lost opportunity. എന്നെ കളിയും തമാശയും എല്ലാം പോയി, ന്യായവും തർക്കവും എല്ലാം പോയി. ഞാൻ ഞെട്ടിപ്പോയി. All my vain excuses and subterfuges came to an end. I was shocked. കർത്താവിന് ഇഷ്ടം ചെയ്യാത്തതിനാൽ നിത്യത മുഴുവനും നഷ്ടപ്പെടുന്നത് ഞാൻ ഒരു നോക്ക് കണ്ടു. And I just beheld it as a fellow journey of the Lord losing eternity. ആ വർഷം എന്നെ കർത്താവിന് വേലയ്ക്കായി ഞാൻ എഴുതി കൊടുത്തു. The same year, I registered it to do the ministry of God. അനുഗ്രഹിപ്പാനായി വരുമ്പോൾ നീ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയാലോ? When the Lord comes to bless you, if you say, let it be on some other occasion, and accordingly if you lose it forever. എന്നാൽ യാക്കോബ് സമയം തക്കത്തിൽ വിനിയോഗിച്ചു. But Jacob utilized the opportunity right. അതിനായിട്ട് അമ്മയുടെ ഉപദേശവും സഹായകമായിരുന്നു. Therefore, even the counsel of his mother was a supportive. അവസരത്തിനൊത്ത് ഉയർന്ന് ചെന്ന് അനുഗ്രഹം മേടിച്ചുകൊണ്ട് സ്ഥലം വിട്ടുകളാം. He rose to the occasion, received the blessing, is kept. നിന്നെ അനുഗ്രഹിക്കുന്നവനെ നിന്റെ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുമ്പോൾ നീ ഏശാവിനെ പോലെ ആയിത്തീരുമോ അത് യാക്കോവിനെ പോലെ ആയിരിക്കുമോ? Once you meet the blessed in the midway, will you become like the Jacob or Esau? ബഹുമാനത്തിന് യോഗ്യനായവനെ നീ വഴി മധ്യേ കണ്ടുമുട്ടും. When you meet the person who is worthy of honor in the midway, നീ അവരെ ബഹുമാനിക്കാൻ വേണ്ടി അത്രേ അങ്ങനെ അവസരം ദൈവം ഒരുക്കുന്നത്. the Lord prepares such an opportunity in order to esteem Him. എബ്രായലേഖനം 13:1 വായിക്കുമ്പോൾ In Hebrew chapter 13, the first verse, സഹോദരപ്രതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്, ഇതിനാലല്ലോ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചത്. let brotherly loving kindness continue, let the hospitality continue, because of this some people entertain the angels. ചില ഭക്തന്മാരുടെ അടുക്കൽ ദൈവദൂതന്മാര് സാക്ഷാൽ നേരിട്ട് ചെന്നു പോലും. There's some people who feared the Lord, even the angels literally appeared. എന്നാൽ അവർക്കൊരു ഭാഗ്യമുണ്ടായി, അവരെ സൽക്കരിച്ചു. But they got the privilege that is they entertained them. എന്തോ ഒരു ഭാഗ്യവാന്മാരായി മാറി. How blessed they were. അവര് പലരും ദൂതന്മാരാണെന്ന് അറിയാതെയാണ് സൽക്കരിച്ചത്. Without knowing that they were the angels, though they were entertained. ദൈവ സ്വർഗ്ഗദേശ ദൂതന്മാരെ ബഹുമാനിപ്പാൻ സൽക്കരിക്കാൻ കഴിഞ്ഞവരാ എത്ര ഭാഗ്യവാന്മാർ. Therefore, thinking that they are the angels of God and honoring and entertaining them, such people are really blessed. എന്നാൽ സോദോമിനെ കുറിച്ച് എന്താണ് വായിക്കുന്നത്? But the concern is Sodom. What do we read? ഉൽപ്പത്തി 19:1 മുതൽ വായിക്കുമ്പോൾ Genesis chapter 19, verse number 1 onwards. വൈകുന്നേരത്തെ 2 ദൂതന്മാർ സോദോമിൽ വന്നു. And eventide 2 angels came to Sodom. എന്നാൽ സോദോമരോ അവരെ അപമാനിക്കാൻ ശ്രമിച്ചു. The Sodomites made an attempt to despise them. ദൈവം ബഹുമാനിക്കണമെന്ന് ഇച്ഛിച്ച് അയച്ചവരെ അവർ അപമാനിക്കാൻ ശ്രമിച്ചു. With a view to honoring them, the Lord sent some people, but these people dishonored them. എത്ര ബുദ്ധികെട്ടവരായി പോയി. And how foolish they were. ഓ ദൈവ ദൂതന്മാരെ വാനോട് ബഹുമാനിക്കുന്ന അവസരം അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. With angels, they should have been honored to the top level, and they lost opportunity and they despised them. തീയും ഗന്ധവും ഉപ്പും കൂടെ കത്തി ഇറങ്ങത്തക്ക അക്ഷന്ത്യമായ അപരാധമായി പോയി. That it became a so great defamation, whereby salt, sulfur and brimstone came upon the land. അതേസമയം ലോത്ത് എന്ത് ചെയ്തു? നമ്മൾ താഴ്ത്തു വായിക്കുന്നു. We read in the following passages, what did Lot do? വിളിച്ചു, സഹോദരന്മാരെ എന്റെ വീട്ടിലേക്ക് വന്നു, യജമാന്മാരെ എന്റെ വീട്ടിലേക്ക് വരിക. He just called, masters, lords, come to my home. വേണ്ട, ഞങ്ങൾ വീതിയുടെ രാപാർത്തുകൊള്ളാം. No, we'll spend the night in the street. ദൈവീത് അങ്ങനെ ചെയ്യല്ലേ, എന്നോട് ചെയ്യുന്നൊരു വലിയ കടും കയ്യ. Please do not do it. That is a treachery. നിങ്ങളെ ആദരിക്കാൻ ബഹുമാനം എനിക്കിട്ട് അവസരം നിങ്ങൾ ഇങ്ങനെ നിഷേധിക്കരുതേ. So I got opportunity to esteem and honor you. Do not deny it. നിർബന്ധത്തിന് വഴങ്ങി ദൂതന്മാർ അവന് വീട്ടിലേക്ക് പോയി. Yielding to the pressure, the angels visited his home. നിങ്ങൾ വന്നാട്ടെ, ഞാൻ നിങ്ങളുടെ കാല് കഴുകി നിങ്ങളെ സ്വീകരിക്കട്ടെ, നിങ്ങൾക്ക് ആഹാരം തരട്ടെ. ലോത്ത് അവരെ ബഹുമാനിച്ചു. Come on, let me wash thy feet, let me entertain you, let me provide you food. Thus Lot entertained them. 18-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അബ്രഹാം അത് ചെയ്തതായിട്ട് വായിക്കുന്നു. Coming to 18th chapter, verse 1 onwards, we understand the same thing was done by അബ്രഹാമിന്റെ Abraham. വീട്ടിലോട്ട് പോലും ചെന്നില്ല. And even here, they didn't go to the house of Abraham. വഴിയേ 3 പേര് പോകുന്നത് കണ്ടു. And 3 people made their way. അവൻ കൂടാരത്തിൽ നിന്ന് ഇറങ്ങി ഓടി അവർ അടുത്ത് ചെന്നു. He came out of the tent and rushed to നിലം them. വരെ കുനിഞ്ഞ് അവരെ നമസ്കരിച്ചു. He prostrated down. ഓ
യജമാന്മാരെ എന്റെ വീട്ടിലൊന്ന് വരണമേ, O Lord, come to my abode. ഞാൻ അല്പാഹാരം ഉണ്ടാക്കിയതിന് കഴിച്ചിട്ട് പോകണമേ. Let me some food, have it and go. അവിടെ കൊണ്ടുവന്നതും സൽക്കരിച്ചതും നമുക്കറിയാം. They were compelled taken, and he just treated them. മനോഹയ്ക്കും ഭാര്യയ്ക്കും ദൂതനെ സൽക്കരിക്കാൻ ഭാഗ്യമുണ്ടായി. Again, Manoah and his wife got the opportunity to treat the angels. ന്യായാധിപന്മാർ 14-15 മുതൽ 19 വാക്യങ്ങൾ കാണുന്നുണ്ട്. Judges chapter 14, verses 15 to 19. അവിടെ ഒരു വാക്ക് കാണുന്നു. ദൂതനോട് അവർ ചോദിക്കുകയാണ്. We understand to the angels they asked, ദൂതനാണ് അറിഞ്ഞുകൊണ്ടല്ല, without knowing that it was angel. ഈ ദൂതറിയിച്ച നിന്നെ ബഹുമാനിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? What should we do in order to honor thee? You will spread this message. നിന്റെ പേരൊന്ന് പറഞ്ഞാട്ടെ. Just tell your name. ഓ സ്തോത്രം. ബഹുമാനിക്കാൻ അവര് സ്വരുക്കമായി. And they're prepared to honor. നീ ബഹുമാനിക്കേണ്ടതിനായി ഈ ജീവിതയാത്രയിൽ ദൂതന്മാരെ കണ്ടുമുട്ടുമ്പോൾ നീ എന്ത് ചെയ്യും? In order to honor during the course of a journey, as you come across people, messengers, what you will do? സ്വർഗത്തിൽ നിന്ന് ചിറക് വെച്ച് ആ നല്ല മിന്നിത്തിളങ്ങുന്ന മാലാഖമാരുമായി ഇറങ്ങി വന്നാൽ നമ്മളെല്ലാവരും അവരെ സൽക്കരിച്ചേക്കാം. When the angels descend down from heaven with radiant wings, we are prepared to receive and welcome. ദൈവമോ ദൈവദൂതന്മാരോ നിന്റെ അരികെ കിടക്കുന്ന വ്യക്തിയെ പോലെയോ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെ പോലെയോ നിന്റെ സമൂഹത്തിലെ ദരിദ്രനെ പോലെയോ അങ്ങയെ പോലെ ആയിരിക്കാൻ വരുന്നത്. അപ്പോൾ നീ എന്ത് ചെയ്യും? If God or the angel taking in disguise of a poor person who is a neighbor, your fellow visitor, your fellow believer coming unto you, what will be your response? ജീവിതയാത്രയിൽ നീയും ഞാനും ബഹുമാനിക്കേണ്ടതിന് ദൈവദൂതന്മാർ വരുമ്പോൾ അവരെ ബഹുമാനിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം തരട്ടെ. It is a journey of life when the Lord sends his angels and messengers to be honored. May the Lord give us the privilege to honor them. നമ്മുടെ ജീവിതയാത്രയിൽ നീഡി വൺസിനെ ആവശ്യത്തിലിരിക്കുന്നവയെ നാം കണ്ടുമുട്ടേണ്ടതായിട്ട് വരും. It is in this journey of life we have to meet across the people who are in the midst of needs. നമ്മൾ ഏലിയാവിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ ആ ക്ഷാമകാലത്ത് ഒരു വിധവയുടെ വീട്ടുവാതിൽക്കൽ ചെന്നു. Concerning Elijah we read, during the time of famine, he moved to the residence of a widow. 1 രാജാക്കന്മാർ 17-10-11 വാക്യങ്ങളാണ് കാണുന്നത്. 1 Kings chapter 17 verses 10 and 11. അവൻ പറയാണ്, കുടിക്കാൻ വെള്ളം തരുമോ? He is asking her to drink for water. ആ വിധവയും മകനും അതിന് തയ്യാറായി. The widow and your son prepared for the same. അതാ ഇത്ര വലിയ കാര്യം നിങ്ങൾ ചോദിക്കും. And he will ask her, is it a great thing? ഞങ്ങൾ വേണേ പൈപ്പിൽ ഓസം കൊണ്ട് വെച്ച് കൊടുക്കാനെന്ന് പറയും. And in our case we should have fitted an hose. 3.5 വർഷമായിട്ട് മഴ പെയ്തിട്ടില്ല. വെള്ളം എവിടെ കിട്ടുമെന്ന് മഷിയിട്ട് നോക്കിയപ്പോൾ അറിയാൻ പറ്റാത്ത. For 3.5 years there had been no rain, and there was scarcity of water. ആ കാലത്തിൽ ഒരാൾ വെള്ളം ചോദിച്ചാൽ കൊടുക്കുന്നത് ഒരു ത്യാഗം തന്നെയാണ്. It is at that time when a person requests some water, if someone provides, really that's a sense of sacrifice. അപ്പം വെള്ളമുള്ളത് തീർന്നാൽ പിന്നെ വെള്ളമില്ല, കുടിക്കാതെ മരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. The little bit of water is exhausted, after which you have to dry because of a thirst. എങ്കിലും വെള്ളം തരുമോ എന്ന് ചോദിച്ചവന് ആ വിധവ വെള്ളം കൊടുത്തു. However, father requests of water, the widow provided. ഇന്നത്തെ പാസ്റ്റർമാരെ പോലെ ഏലിയാവ് ഒരു ശല്യക്കാരനായിരുന്നു. Like today's pastors, Elijah was a man of disturbance. എന്താ കാര്യം? What is the reason? അപ്പൊ ചോദിക്കുകയാണ്, ഒരാടയും കൂടെ തരാമോ? Therefore he has to give one more cake. തിരുവനന്തപുരത്തുകാരാണെങ്കിൽ നല്ല രീതിയിൽ ഒരു മറുപടി പറഞ്ഞേനെ. If it is people at Trivandrum, they should have given a proper reply. അല്ലെങ്കിൽ ഉടുപ്പിട്ടവരെല്ലാം അത്യാഗ്രഹിക്കണം. You know the people of this uniform, they're covered. ഒരു ദിവസം വീട്ടിൽ കയറ്റിയാൽ പിന്നെ വീട്ടിൽ ഇറങ്ങത്തില്ല. If you enter in the one day, they will never leave. ഒരു ദിവസം ഉച്ചയോട് കൊടുത്താൽ എല്ലാ ഉച്ചനേരം നോക്കി ഇങ്ങ് വരും. If we conduct a luncheon party, every noontime they will come here. വീട്ടിക്ക് ആനിവേഴ്സറിക്ക് ഒരു വർഷം വിളിച്ചാൽ മതി, മറ്റേ വർഷം തീയതി നോക്കി ഇങ്ങ് വന്ന് കയറിക്കോളൂ. For the wedding anniversary, just once in white, and the subsequent years, they will mark the date and come. ഈ വിധവ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. This widow didn't lament so. അവൾ ഒരു നിസ്സഹായാവസ്ഥ പറഞ്ഞു, അല്പമാവേ ഉള്ളൂ, അതോ ഞാനും മകനും കൂടെ ഒരു അടയുണ്ടാക്കി തന്നിട്ട് മരിക്കാനിരിക്കുക. She said, little bit of dough is there, and we, my children, my son, we are willing to make a cake and die. വിടത്തില്ല. അവൻ പറയുക, ആദ്യം ഒരു ചെറിയ അട എനിക്ക് ഉണ്ടാക്കി, ബാക്കി നീ പിന്നെ മകനെ. He purses, make a small one first, and after which you can eat and you will. അവൾ അങ്ങനെ തന്നെ ചെയ്തു. She did it accordingly. പ്രിയമുള്ളവരെ, Beloved, നമ്മുടെ ജീവിതയാത്രയിൽ ആവശ്യത്തിലിരിക്കുന്നവരെ നാം കണ്ടുമുട്ടും. ചിലപ്പോൾ ഒരിക്കലായിട്ട് മാത്രമായിരിക്കും. it is in the journey of life, sometimes we may come across the needy. That may be the first and the last chance. നാം ആ വിധവയെ പോലെ പെരുമാറുമോ? Will we behave like that widow? മടങ്ങി വരാത്ത പാദയാത്രയെന്ന് നാം ഒരിക്കലാ ലഭിക്കുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തി നിത്യ പ്രതിഫലത്തിന് യോഗ്യരായി തീരുമോ? We who undertake the unreturnable journey, having the holy city for the reward, once we come across the needy people, will we respond so? ഒരു ദാഹശമനത്തിന് വേണ്ടിയോ
ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആയിരിക്കാം നിന്റെ അടുക്കൽ ഒരാൾ കടന്നു വരുന്നത്. Sometimes for quenching the thirst, satiating the hunger, people may come unto you. അല്ലെങ്കിൽ നല്ല വസ്ത്രമില്ലാത്ത ഒരാളെ നീ കണ്ടേക്കാം. Or sometimes you may come across people without good garments. ഇല്ലെങ്കിൽ വണ്ടിക്കൂലിക്ക് പണമില്ലാത്ത ഒരാളെ കണ്ടേക്കാം. People who want money for the bus fare. ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിരിക്കുന്നവരെ നിന്റെ ജീവിതയാത്ര നീ കണ്ടുമുട്ടാം. In the journey of life, you may come across people with different kinds of needs. ഏതെങ്കിലും ഒരു സഹായം വേണ്ടി ഇവരെ കണ്ടുമുട്ടിയാൽ നീ അത് എന്നേക്കുമായിട്ട് അവസരത്തെ വിനിയോഗിപ്പാൻ തയ്യാറാവണം. If you meet the needy, you must ever be prepared to make it as an everlasting one. അങ്ങനെ ചെയ്തുള്ള ഭാഗ്യം ഒരിക്കലായി വരുന്ന ആരും ഒരിക്കലും ലഭിച്ചില്ല എന്ന് വരാം. Sometimes there'll be the once for all, and you may not get another opportunity like the same. പാസ്റ്റർ പോളിന്റെ മകൻ പാസ്റ്റർ ഫ്രെഡി പോൾ 74 കോട്ടയം കൺവെൻഷന് വന്നു. Pastor Paul and Pastor 72 3 in 74, I suppose 72 or 74, he came to Kottayam convention. കൺവെൻഷനാത്താൻ പ്രസംഗിച്ചു. He preached in the convention. പാസ്റ്റർ ടി.ജി. വരീസ് പരിഭാഷപ്പെടുത്തി. Pastor T.G. Verghese interpreted. പരിഭാഷ ശരിയാവുന്നില്ലെന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തെ ഇരുത്തിയിട്ട് പാസ്റ്റർ യേശു തോമസ് എഴുന്നേറ്റങ്ങ് പരിഭാഷപ്പെടുത്തി. It seemed that the interpretation was not all right. Pastor A.C. Thomas stood up to interpret. കൺവെൻഷൻ കഴിഞ്ഞ ശേഷം പാസ്റ്റർ ഫ്രെഡി അദ്ദേഹം വളരെ ക്ഷീണതന 74 താൻ മരിക്കുകയും ചെയ്തു. താൻ സ്റ്റേജ് വിട്ട് നടന്നിങ്ങോട്ട് വന്നു. He was very weak, but after the convention, he came out of the stage. തന്റെ ഷൂ എവിടാന്ന് ഇങ്ങനെ നോക്കി. He was searching for his shoes. അതിനടുത്തോട്ട് വന്നു. Came near. പക്ഷേ ഷൂവെ നോക്കി ചുറ്റും നോക്കി നിൽക്കുക. കാരണം കുനിഞ്ഞ ആ ഷൂ കാലോട്ടിടാനുള്ളതായ ആരോഗ്യമില്ല. Looking at the shoe and looking around, but he was not capable enough to put on his feet. ഒരു വിദ്യാർത്ഥിയായി ഞാൻ അടുത്ത് നിൽക്കുക. And I was a student standing nearby. ഞാൻ ഇങ്ങനെ നോക്കി. I just observed. ആ പാദങ്ങൾ പിടിച്ച് ആ ഷൂ ഇട്ട് കൊടുത്താലോ? I wanted to hold the feet and put on. ഞാനൊരു പയ്യനല്ലേ, ഇനി അത് പിടിക്കാതെ വന്നാലോ? And I was a student, without calling, can I go? ചിന്തിച്ചുണ്ടിക്കും പെട്ടെന്ന് ഉപദേശി ഓടി വന്ന ആ കാലെടുത്ത് ആ ചെരുപ്പിട്ട് വിട്ട് അദ്ദേഹം നടന്നങ്ങ് പോയി. All of a sudden, a walker came, he applied it, and he moved. എന്റെ ഭാഗ്യം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. I lost my privilege forever. പിന്നെ ഒരിക്കലും താൻ കേരളത്തിൽ വന്നിട്ടില്ല. Never did he come to Kerala after. താൻ ജാഫ്നായി കടന്നുപോയി. He went to Jaffna. ആ പുണ്യപാദങ്ങൾ സ്പർശിപ്പാൻ ഒരു ഉപകാരം ചെയ്യുവാൻ അവസരം എന്നേക്കുമായിട്ട് പോയി. I got a good opportunity to touch the holy feet. That was the once lost one, but I lost it. ഇങ്ങനെയുള്ള വലിയ ആളുകൾക്ക് മാത്രമല്ല, ചെറിയ ആളുകൾക്ക് പോലും ചെയ്യാവുന്ന നന്മകൾ ചെയ്യാൻ കഴിയാതെ അവസരം നഷ്ടമാക്കിയ, ഒട്ടേറെ അവസരം നഷ്ടമാക്കിയ ഒരു മഠയിൽ നിർഭാഗ്യവാനാണ് ഞാൻ. Not only for outstanding personalities, even little ones. I got plenty of opportunities, but I squandered them. Such a foolish fellow. നിങ്ങളും തിരിഞ്ഞു നോക്കിക്കേ, നിങ്ങൾക്ക് ഇങ്ങനെ അവസരം നഷ്ടമായിട്ടുണ്ടോ? Just to have a recall of the pages of your life. ഉണ്ടെങ്കിൽ നമ്മളും തുല്യ ദുഃഖിതരാണ്. That means so we are equally sad. ഇനി നമുക്ക് തീരുമാനിക്കാം. Hereafter, let us make up the mind. ജീവിതയാത്രയിൽ ആവശ്യത്തിരിക്കുന്നവരാണ് ഞാൻ കണ്ടുമുട്ടുമ്പോൾ, The journey of your life, when they come across the needy, ഇതെനിക്ക് ഒടുവിലാൽ ലഭിക്കുന്ന അവസരമാണ് നമുക്ക് എടുക്കാം. I will consider it as the last opportunity. ഇപ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യം നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് തീരുമാനിക്കാം. Let us make up the mind to accomplish what is to be done now. അങ്ങനെയെങ്കിൽ നാം നിത്യ പ്രതിഫലത്തിന് യോഗ്യരായിത്തീരും. That being so, we will be worthy for the everlasting reward. അടുത്തത് കഷ്ടത്തിലും പരീക്ഷയിലും ശോധനയിലും കടന്നുപോകുന്നവരെ നാം ജീവിതയാത്രയിൽ കണ്ടുമുട്ടും. Again, the people who are in the midst of sufferings, temptations and wants, we may come across. അവർക്ക് വേണ്ടുന്നത് നിന്റെ ഒരു ആശ്വാസവാക്കുമാണ്. What is required for them is your phrase of consolation. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം, എന്നാൽ സഹോദര ഞാൻ പ്രാർത്ഥിക്കാം. Sometimes materially you may not be able to extend anything. Brother, you can say, brother, സഹോദരി ഞാൻ പ്രാർത്ഥിക്കാം. Sister, I'll pray for you. ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ നിസ്സഹായനാണ്. And I'm helpless in this issue. നിങ്ങളുടെ അവസ്ഥ ഞാൻ ശരിക്കും മനസ്സിലാക്കും. I understand your matter fully. ഈ അവസ്ഥയിൽ ഞാനായിരുന്നെങ്കിൽ ഇനി നിങ്ങളുടെ അത്രയും പോലെ എനിക്ക് സഹിപ്പാൻ കഴിയുമായിരുന്നു. Were I in your position, I would not tolerate as you do. എന്നാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം ചെയ്യട്ടെ, ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. But I can do one thing. I'll pray for you. ദൈവം നിങ്ങളെ സഹായിക്കും. God will bless you. ഒരു വാക്ക് ആശ്വസിപ്പിക്കേണ്ട ആവശ്യകത ഉള്ളവരെ നീ നിന്റെ ജീവിതയാത്രയിൽ കണ്ടു. People who are in need of consolation, if you meet them, just comfort. ഒരിക്കൽ ദാവീദ് അവസ്ഥയിലായിരുന്നു. Once David was in such a situation. സ്വന്തം മകനെതിരെ മത്സരിച്ചു. Even his own son became belligerent. സിംഹാസനം നഷ്ടപ്പെട്ടു. He lost his throne. അധികാരം നഷ്ടപ്പെട്ടു. He lost his authority. അവന് കൊട്ടാരം നഷ്ടപ്പെട്ടു. He lost his palace. സാധാരണ മനുഷ്യനെ പോലെ ജീവനെ ഭയന്ന് അവൻ ഓടിപ്പോയി. Like an ordinary man, fearing his life, he fled. ഒരു മഹാരാജാവ് വെയില് കൊള്ളാതെ വണ്ണം തലമൂടാനില്ലാത്തവനായും കാലിൽ മുള്ളുള്ളതാണ് ചെരുപ്പിടാൻ കഴിയാത്തവനായും
തലമുടാതെയും ചെരുപ്പിടാതെയും പൊരിഞ്ഞ വെയിലത്ത് കരഞ്ഞും കൊണ്ട് നടന്നുപോയി. A great timberman, he was not able to cover his head, and thorns pricked the head, and he is moving barefootedly, and thorns pricked the soul. He is fleeing away like a human being, he crying. ഇതാ എതിരെ ഒരു മനുഷ്യൻ വരുന്നു, അവന്റെ പേര് ശിമയി. Behold, and the man encounters. അവന്റെ ജീവകാലത്ത് അവൻ ഇങ്ങനൊരവസ്ഥയിൽ ദാവീദിനെ ഒരിക്കലായി മാത്രം കണ്ടുമുട്ടുകയും During the lifetime, once and for all, he is meeting him. എന്റെ മഹാരാജാവേ, അങ്ങക്ക് ഇങ്ങനെ അവസ്ഥ വന്നല്ലോ. Oh, great thy majesty, thou came to such a wretched എനിക്ക് situation. അങ്ങേ സഹായിപ്പാൻ കഴിയുമാൻ ഞാൻ സഹായിക്കുമായിരുന്നല്ലോ എന്നവൻ പറഞ്ഞു. I were able to help thee, I would do it. Did he say അവൻ so? പറയുകയാണ്, He says, നീജ why did വ്യക്തവാദക, and you man of blood, ഇത് തന്നെ വരണം, and this should come into you, ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് വരേണ്ടതാ. and more you should have experienced. പറയുക മാത്രമല്ല, കല്ലും മണ്ണും വാരി എറിഞ്ഞു. Not only saying that, and he took the dust and stones and sprinkled upon him. പ്രാഗി ശാപിച്ചു. He blamed, he cursed. അതിന് പകരം ഒരു വാക്കൊരാശ്വാസം പറഞ്ഞെങ്കിൽ Instead, he didn't say a word of succor. അവസരം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. That opportunity is lost പിന്നീട് forever. അവൻ ക്ഷമയോഹിക്കുന്നത് കാണാൻ പറ്റും. It is true that he apologized സിംഹാസനത്തിൽ വന്നു കഴിഞ്ഞപ്പോ after coming to the എന്ത് throne. പ്രയോജനം? What is the use thereof? കഷ്ടത്തിലിരിക്കുന്നവൻ അത് കഴിഞ്ഞിട്ട് ക്ഷമയോഹിച്ചിട്ട് എന്ത് കാര്യം? In the midst of suffering you are not able to do, and after you are lamenting, what is the fruit ഒരുവൻ thereof? തന്റെ പദവിയും സ്ഥാനവും എല്ലാം പോയി ദുഃഖത്തിലും അവമാനത്തിന് കഴിയുമ്പോൾ ആശ്വാസം പറയാത്തവൻ, അവൻ നല്ല പൊസിഷൻ ഇരിക്കുമ്പോൾ സാറേ സാറേ എന്ന് വിളിച്ചിട്ട് എന്ത് പ്രയോജനം? When the man lost his estate, his position, his authority, and you will not comfort to him, once the position is recuperated, you say there is sir and sir, what's the use thereof? ഒരു പരീക്ഷാകാലം വന്നുകൂടി പരിഹാസവും നിന്ദയും ദുഃഖവും അപമാനത്തിന് കഴിഞ്ഞു പോകുമ്പോൾ പ്രാർത്ഥിക്കാന്നൊരു വാക്ക് പറയാൻ കഴിയാത്തവൻ ആ ഒരു വ്യക്തി ഒരു നല്ല സ്ഥാനത്ത് വരുമ്പോൾ അപ്പച്ച അപ്പച്ച എന്നെ ഓർക്കുന്നുണ്ടോ? പണ്ട് നമ്മൾ മണികളെ കൺവെൻഷൻ വെച്ച് കണ്ടത് ഓർക്കുന്നുണ്ടോ? When a season of temptation beset you, and he is undergoing temptations, vilifications, dishonor and disgrace, and you are not mindful of him, once he comes to your throne, your position, say, Pastor, and we met on the previous occasion at a convention. Do you remember me? എന്നാൽ 16-ാം അധ്യായത്തിന്റെ 4 മുതൽ വായിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ കാണുന്നു. But coming to the 4th verse of chapter 16. അതെ, അവിടെ ഒരു സീബായും ഒരു മെഫിബോശത്തും അതേ ദാവീദിന്റെ ഒരു കൂട്ടർക്കും അപ്പവും ആഹാരം എല്ലാം കൊണ്ടുപോയി. Yeah, we are able to understand the Bathsheba and Mephibosheth providing bread and other things to David. മെഫിബോശത്താണെങ്കിൽ ഒരു മുടന്തനാണ്. But this Mephibosheth, he is crippled. അതുകൊണ്ടായിരിക്കാവുന്ന കാരണം എന്റെ ശരീരസ്ഥിതി പോലെ ഈ ദാവീദ് രാജാവ് അതിനേക്കാൾ എത്ര വ്യഥ അനുഭവിക്കുന്നു. That's why he thinks that even King David experiences more agony than I am. ദാവീദിന് എന്തോ ഒരു ആശ്വാസമായി പോയി. That he became a source of succor to David. രാജസ്ഥാനത്തേക്ക് വന്ന് മെഫിബോശത്തിനെ കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ പാർപ്പിച്ച ജീവപര്യന്തം ചെലവിന് കൊടുത്തു. And he was brought to the royal palace till the end of his life. He was looked after. 16-1-2 വാക്യങ്ങളാണ് വായിക്കുന്നത്. The first 2 verses we read. അപ്പോൾ അവൻ പറയുകയാണ്, ചത്തനായ പോലുള്ള എനിക്ക് ഈ നന്മ എന്തിനാ? Then he says that I'm like a dead dog. What is this benefit? പ്രിയമുള്ളവരെ, കഷ്ടത്തിലും പരിശോധനയിലും ദുഃഖത്തിലും വേദനയിലും അപമാനത്തിലും ഒരുവൻ കടന്നു പോകുവാൻ അനുവദിക്കുന്ന ഒരു കാലം ഉണ്ടായാൽ അവൻ കുറ്റക്കാരനാണെങ്കിൽ കൂടെയും നീ അവനൊരു ആശ്വാസത്തിന് വാക്ക് പറഞ്ഞു കൊടുക്കണം. Beloved ones, when the Lord permits a person to undergo agonies, sufferings, vilification, dishonor, even though that person he is accused, you have to just give him a phrase of consolation. തെറ്റിപ്പോകുന്നവരെയും പാപം ചെയ്യുന്നവരോട് കൂട്ടുകൂടണമെന്നും കൈവാർക്കണമെന്നും പറയുകയല്ല. It is not suddenly that you have to get before the person who is going out to the way, plunging into crime. എന്നാൽ എരുതിയിൽ എണ്ണ ഒടിക്കാതെ തലയിൽ തീക്കനൽ കോരിയിടാതെ ഒരു നല്ല വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം സഹോദര എന്ന് പറഞ്ഞുകൂടെ? Instead of adding fuel to the misanthropic fire, instead of pouring flames upon the head, can't you say, brother, I'll pray for you? ജീവിതയാത്രയിൽ നാം ഇങ്ങനെയുള്ളവരെ ഒരിക്കലായി മാത്രം കണ്ടുമുട്ടുകയായിരിക്കും. അപ്പോൾ അവർക്കൊരാശ്വാസം കൊടുക്കുന്നവരായി നമുക്ക് മാറും. It is in the journey of life, per adventure. We may be meeting the people for the first and last time, but we can extend a word of consolation to them. ലൂക്കോസിന്റെ വിശേഷം 10-ാം അധ്യായത്തിന്റെ 46-ഉം 47-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ Luke's Gospel chapter in verses 47 and 8. യേശുക്രിസ്തുവിന്റെ ഈ അവസാനവട്ട യാത്രയിൽ യെരിഹോവിലെത്തി എന്ന് കാണുന്നു. During the last journey of Lord Jesus Christ, he reached Jericho. അവൻ യെരിഹോവിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കുന്നു. He was moving through Jericho. അവൻ ഇങ്ങനെ കടന്നു പോകുന്നത് അവിടെ
ഒരു കുരുടൻ അത് ആ ശബ്ദം കേട്ട് തറഞ്ഞു. As he was passing by, a blind man heard the steps and identified യേശു അതിന് Christ. മുൻപ് ബെത്ശേദയിൽ വെച്ചും എരിശിലേമിൽ വെച്ചൊക്കെ കുരുടന്മാരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. Even before which, at Gethsemane, at the places, Lord Jesus Christ healed the blind. ഇതവൻ കേട്ട് കാണുമായിരിക്കാം. He should have heard of it. എന്നായാലും നസ്രയനായ യേശു കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവൻ നിലവിളിച്ചു. Somehow, as he heard Jesus Christ of Nazareth was passing by, he shrieked. അവന് കാഴ്ച കിട്ടി. He got his vision restored. നന്നായി. That was good to him. അവൻ അപ്പോൾ നിലവിളിച്ചില്ലായിരുന്നു വരികിൽ Had he not cried then, ഒരിക്കലും കണ്ണ് തുറക്കപ്പെടുകയില്ലായിരുന്നു. for a one he should have been blind. കാരണം എന്താണ്? What is the reason? യേശു മടങ്ങി വരാത്ത യാത്രയ്ക്ക് പോവുകയാണ്. Because that was a journey, no question of അവൻ returning. ഇനി വഴിക്കിനി ഒരിക്കലും വരുന്നില്ല. This way will not be undertaken by him. ഇത് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഭാഗ്യവശാൽ അവൻ നിലവിളിച്ചു. Even unknowingly, fortunately, this man cried. പുരുഷാരം വിലക്കിയിട്ടും അവൻ ശാഠ്യപ്പെട്ട് നിലവിളിച്ചു, ദാവീദ് പുത്ര കരുണ തോന്നണം. Even the multitude tabooed, he denied the same and said, "O son of David, have mercy upon me." അവന്റെ നിലവിളി രക്ഷകന്റെ കാതിൽ ചെന്നു. So the cry came to the coverts of the master. പ്രിയമുള്ളവരെ, നിന്റെ മുൻപിൽ കൂടെ യേശു ഏറ്റവും ഒടുവിലായി കടന്നു പോകുകയാണെങ്കിൽ നീ നിന്റെ ആവശ്യങ്ങൾക്കായി അവനോട് നിലവിളിക്കുമോ? Beloved ones, if Jesus is passing by in the last occasion, will you cry unto him? ഈ ആരാധന മധ്യത്തിലും യേശു വന്നിട്ടുണ്ട്, അവൻ തന്നെ മുൻമുകളിൽ കടന്നു പോകുന്നു, നീ നിലവിളിക്കുമോ എന്ന് ഞാൻ ചോദിക്കുക. When Jesus come to this, in the midst of this meeting, he is passing by you, will you cry unto him? മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുപാട് നിലവിളികളുണ്ട്. There are plenty of cries in human heart. ചിലപ്പോൾ മനുഷ്യനെ ശരിയായ നിലയിൽ കണ്ടു എന്ന് വരികയും Sometimes the fellow beings fail to identify. കുറ്റകൃത്യം ചെയ്യുന്നവരെ നാം നോക്കിയാൽ വേറൊരു വീക്ഷണത്തിൽ അവരുടെ ഉള്ളിൽ നിന്നൊരു നിലവിളിയാണത്. When we observe the criminals, we understand different observation. There is a cry coming out of them. കുറുമ്പും കുസൃതിയും കാണിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ നോക്കിയാൽ, When we observe a naughty and mischievous child, അത് അവന്റെ ഉള്ളിൽ നിന്ന് അവൻ പറയുന്നത് കേൾക്കണമെന്നും അവനെല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ളൊരു നിലവിളിയാണ്. within him, it is a cry that people should be attentive to this suggestion. അത് കേവലം കുസൃതിയായിട്ടോ കുറ്റകൃത്യമായിട്ടോ കാണരുത് എന്ന് മാനവരക്കന്മാരെ ഓർപ്പിക്കുകയും, Let me remind the parents that don't consider it as a crime, as a naughtiness. ഒരു അമ്മായിയമ്മ മരുമകളോട് ഒരു അങ്ങ് ക്രൂരമായിട്ട് പെരുമാറുകയാണ്. A mother-in-law is dealing harsh with her daughter-in-law. ചിലപ്പോൾ പറഞ്ഞ അവൾ എത്ര ക്രൂരിയായ അമ്മായിമ്മയാണ്. Sometimes the daughter may say that she is a cruel എന്നാൽ mother-in-law. മറുഭാഗത്ത് സ്നേഹത്തിനും ഖൈറിന് വേണ്ടിയുള്ളതായ ഒരു നിലവിളിയായിരിക്കും അത്. But on the counter side, sometimes that may be wailing for care and love. അവൾ ചിന്തിച്ചേക്കാം, ഇത്രയും നാൾ എന്റെ മകനെ പ്രസവിച്ച് വളർത്തി ഇത്രത്തോളമാക്കി കല്യാണം കഴിച്ചുകൊണ്ടു, ഇനി ചിലപ്പോൾ ഈ മകൻ എന്നെ സ്നേഹിക്കുന്നില്ലായിരിക്കാം, ഇവൾ എന്റെ മകന്റെ എന്നെ നിന്ന് അകറ്റിയേക്കാന്നുള്ള ഭയമായിരിക്കാം. Sometimes the mother may think, then I brought up my son, and now he got married, and if he had got another company, he may not continue in loving me because of the fear she may do it. അതുവരെയും എല്ലാ കാര്യവും അമ്മയോട് മാത്രം പറഞ്ഞിരുന്നതായ മകൻ ഇപ്പോൾ അതിൽ പകുതിയും ഭാര്യയോട് ഷെയർ ചെയ്ത് കാണുമ്പോൾ, എന്നോടിപ്പോ സ്നേഹമില്ല, എനിക്ക് വേണ്ടി കരുതുന്നില്ല എന്നുള്ള നിലവിളിയിൽ നിന്നായിരിക്കാം വളരെ ക്രൂര സ്വഭാവം. Thus far, the very son who shared everything with the mother, now is sharing with another partner because of the fear. Sometimes it may be a lamentation coming out to the mother. മരുമകളും വീട്ടിൽ ചെന്ന അമ്മായിമ്മയോടും നാത്തുമാരോടെല്ലാം പോരാണ്. The daughter-in-law going to the house, and she is engaging in a battle with the mother-in-law and daughter's അവളെ ആ നിലയിൽ sister-in-law. ആളുകൾ കണ്ടേക്കാം. And the people may notice and say, എന്നാൽ "Wait." മറുഭാഗത്ത് അംഗീകാരത്തിന് വേണ്ടിയൊരു നിലവിളിയാണ്. On the counter side, there was a shrieking for acceptance. എന്റെ വീട്ടിൽ അമ്മ എന്നെ സ്നേഹിച്ച് വളർത്തി, And my mother loved me and brought me up. അങ്ങനെ ഒന്നും ഇവിടെ കാണുന്നില്ല. But here I don't find it. എന്റെ വീട്ടിൽ എന്റെ ആശകളും ആഗ്രഹങ്ങളും ശ്രദ്ധിക്കാൻ ചെയ്യാൻ ആളുണ്ടായിരുന്നു, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനാണ്. At my native home, people are prepared to accomplish my will and desire. But here it is wanting. എന്റെ അഭിപ്രായങ്ങൾ എന്റെ സഹോദരങ്ങളും കുടുംബത്തിലുള്ളവർ കേട്ടിരുന്നു, ഇവിടെ എന്റെ അഭിപ്രായം ചിലപ്പോൾ അവർ കേട്ടുന്നില്ലായിരുന്നു. My family members inclined to my own suggestion, but here there's no value for my ഇവിടെ suggestion. എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല, ഞാൻ ഇപ്പോഴും ഇവിടെ വേറിട്ട് നിൽക്കുന്ന വ്യക്തിയായി പുറത്തുനിന്നൊരു വ്യക്തിയായിട്ട് എന്നെ കാണുന്നു എന്നുള്ള നിലവിളിയായിരിക്കാം അവളുടെ സ്വഭാവ വൈകൃതം. I am not at all considered here and considered as a stranger,
sometimes that may be the result of such a thought. ചില പ്രതികാരവും കൊലപാതകവും അതും ഒരു നിലവിളിയാണ്. Some response, some vindictiveness and തങ്ങളോട് murder is something അപരാധം to see. ചെയ്തവരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിലവിളിയുടെ ഫലമായിരിക്കാം അത്. And because they are not able to forgive the people who have done wrong against them. മോഷണം, അത്യാഗ്രഹത്തെ ഒതുക്കാൻ കഴിയുന്നില്ല എന്നുള്ള നിലവിളിയായി. And extortion, they are not able to limit their own covetousness. ഉള്ളതോടെ തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള നിലവിളി. It is a cry, they are not able to get satisfied with what it is. ആത്മഹത്യ എന്താണ്? What is suicide? പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ ധൈര്യമില്ല എന്നുള്ള നിലവിളിയുടെ ഫലമാണ്. They are not bold enough to face the challenges. Divorce. വിട്ടുവീഴ്ചയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള നിലവിളിയാണ്. It is a cry, they are not prepared for compromise. ചെറുപ്പക്കാരായ കൗമാരപ്രായ കുട്ടികളുടെ പ്രണയവും തെറ്റായ കൂട്ടുകെട്ടുകളും അതും ഒരു തരം നിലവിളി. Even the romantic love and the mischievous activities of youngsters and adults, it is a kind of cry. എനിക്ക് യഥാർത്ഥ സ്നേഹം കിട്ടുന്നില്ല. I don't find the real love. അവിടെ ആരെങ്കിലും വെച്ച് നീട്ടുന്ന സ്നേഹത്തിന്റെ പിന്നാലെ പോകും. Therefore the love that is offered by anybody I follow. ഒരു ഉത്തമ സ്നേഹിതൻ എനിക്കില്ല. I do not have a perfect lover. അതുകൊണ്ട് കണ്ടേ കാണുന്നവരെല്ലാം ഞാൻ കൂട്ടുകെട്ടുകയാണ്. Therefore all the people available I get befriended. നിലവിളി. Cry, wail, lamentation. എന്നാൽ നീ ഒരു ഭാഗ്യവാനാണ്. But you are fortunate. നിന്റെ നിലവിളി കേൾക്കാൻ ഒരാളുണ്ട്. Behold, there's one to listen to your cry. അത് നമ്മുടെ യേശു അത്രേ. It is of Jesus. ഈ കുരുടൻ നിലവിളി തന്നെ. This blind man cried. എന്നാൽ അവൻ ഭാഗ്യവാനായിരുന്നു. But he was fortunate. എന്ത്? Why? കുരുടൻ ഭാഗ്യവാനാണെന്നോ? Do you think that, you may ask, is the blind man fortunate? തീർച്ചയായിട്ടും. കാരണം എന്താണെന്നറിയാമോ? Definitely. The reason is, അവൻ ഒരു ചെകിടനല്ലായിരുന്നു, അതുകൊണ്ട് അവൻ ഭാഗ്യവാനാണ്. he was not deaf, therefore he was fortunate. ചെകിടനായിരുന്നെങ്കിൽ Had he been a deaf, പുരുഷാരം കടന്നു പോകുന്നത് ശബ്ദം ഉണ്ട്, അതിനെ തിരിച്ചറിഞ്ഞ് യേശു കടന്നു പോകുന്ന അറിയാൻ കഴിയാതെ പോയേനി. identifying the voice of the multitude, he should not have noticed Jesus Christ. അവൻ ഭാഗ്യവാനായിരുന്നു, കാരണം അവൻ ഊമനല്ലായിരുന്നു. He was fortunate, he was not dumb. ഒരുപക്ഷെ ചെവി കേൾക്കാമായിരുന്നു. കടന്നു പോകുന്ന യേശുവാണെന്ന് അറിഞ്ഞാലും നിലവിളിക്കാൻ കഴിയാതിരുന്നാൽ അവൻ അവിടെ ഇരുന്നു പോകുമായിരുന്നു. And even if a person identifies the passerby was Jesus Christ, if he was dumb, he could not cry. അവൻ ഒരു ചെകിടനും ഊമനുമല്ലാത്തതിനാൽ അവന് നിലവിളിപ്പാൻ കഴിഞ്ഞു. യേശുവിനെ സൗഖ്യമാണ്. As he was not deaf and dumb, he was able to cry. Therefore he was fortunate because Jesus healed him. ഏറ്റൊടുവിലാ യേശു കടന്നു പോകുകയാകിയാൽ അവൻ അന്ന് വിടുതല പ്രാപിച്ചില്ലെങ്കിൽ അത് എന്നേക്കുള്ള നഷ്ടമായി That തീരുമാനം. was the last occasion Jesus was passing by that way. If he failed to accept him and find his deliverance, that was the lost opportunity. ഇപ്പോൾ ഇന്ന് നാമും ഭാഗ്യവാന്മാരാണ്. Today, now, we are also fortunate. നമുക്ക് നിലവിളിക്കാൻ കഴിയും. Let us also cry. നാം ആരും ഊമന്മാരല്ല. We are not dumb. നാം ആരും സംസാരശേഷി ഇല്ലാത്തവരല്ല. We have not lost our speaking നമുക്ക് capacity. പലർക്കും ശബ്ദമുണ്ട്. We have got voice. നമുക്ക് നിലവിളിക്കാൻ കഴിയും. Let us cry. ആവശ്യമെന്തായാലും പ്രശ്നമെന്തായാലും നിലവിളിക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയും. What may be the problem? What is the need? Now we can cry. അതെ, അവൻ നിലവിളിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? When he cried, what was the response of Jesus? എന്റെ അടുക്കൽ Permit him, bring him to കൊണ്ടുവന്നപ്പോ me. ചോദിച്ചു, നിനക്ക് എന്ത് വേണം? As he was brought, he asked, what is the need? കാഴ്ച വേണം. I want my sight. അതേ, ഇന്നും യേശു നമ്മുടെ നടുവിലുണ്ട്. Even today, Jesus is moving in the midst. നാം നിലവിളി കേട്ടിട്ട് അവൻ അടുക്കലേക്ക് അവൻ നമ്മെ വിളിക്കുകയാണ്. After listening to the sound and crying unto him, ചെല്ലുമ്പോൾ അവൻ എന്താണ് നിന്നോട് പറയുന്നത്? when we go unto him, what will he say? നിലവിളിക്കണ്ട, You need not cry. നീ പറയുന്നത് കേൾക്കുവാൻ എനിക്ക് കഴിയും. I'm here. I'm able to hear you. നിന്റെ അവസ്ഥ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയും. I'm able to watch your situation. നിനക്ക് ലവ് ആൻഡ് കെയർ തരാൻ എന്നെ കൊണ്ട് കഴിയും. I'm able to love and care you. നിന്നെ ഞാൻ അംഗീകരിക്കും. I'm able to accept you. നിനക്ക് ക്ഷമിക്കാനുള്ള കഴിവ് ഞാൻ തരാം. I'll give you forbearance. നിന്റെ അത്യാഗ്രഹത്തെ മാറ്റി പണത്തിന് വേണ്ടി എന്ത് ചെയ്യാനുള്ള വ്യഗ്രത ഞാൻ മാറ്റിത്തരാം. I cleanse the covetousness and I'll give you absolute control over mind. ഉള്ളതോട് തൃപ്തിപ്പെടാനുള്ള കൃപ ഞാൻ നിനക്ക് തരാം. I'll give you the sufficient grace to get satisfied with what is നിന്റെ available. പ്രശ്നങ്ങൾ ഹിമാലയത്തോളം വലുതായിരുന്നാലും അതിനെ അഭിമുഖീകരിക്കാൻ ധൈര്യം ഞാൻ തരാം. Even though your problems are as high as the Himalaya, I will give you the sufficient grace to tackle. കുടുംബബന്ധങ്ങൾ എത്ര മോശമായിരുന്നാലും വിട്ടുവീഴ്ച ചെയ്ത് ഐക്യപ്പെട്ടു പോകാനായി ഞാൻ നിന്നെ എന്റെ കൃപ കൊണ്ട് നിറയ്ക്കാം. Even though the relationships are strained, I will crown you with my grace, whereby you can overpower everything. ലോകത്തിൽ എങ്ങും കാണാത്ത യഥാർത്ഥ സ്നേഹം ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ഊറ്റിത്തരാം. I will shed abroad in your heart the love that is hardly available under the sun. നീ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിനേക്കാളും ഇനി കണ്ടെത്താൻ ഇല്ലാത്ത വിധത്തിലും യഥാർത്ഥ സ്നേഹിതനായി ഞാൻ നിന്നോടുകൂടെ മരണവരെയും കൂടെ ഇരിക്കാം. I'll be the bosom friend that you have never come across in your life.
Again, there's no question of me to such a friend in your life, and I will accompany you till the very end. നിലവിളിച്ചാൽ യേശു അത് കേൾക്കും. If you cry, Jesus shall hear it. അവൻ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്ന് പറയും. He will say, bring him unto me. നമുക്ക് നിലവിളിക്കാമോ? Shall we cry? നമുക്ക് എഴുന്നേറ്റ് നിന്നാട്ടെ. Let us stand up. നമുക്ക് നമ്മുടെ ദൈവത്തോട് നിലവിളിക്കാം. Let us cry unto our Savior. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. അല്പസമയം നമുക്ക് ദൈവം നിലവിളിപ്പാനായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് പ്രത്യേകമായി പ്രശ്നങ്ങളോ ആവശ്യങ്ങളോ ഇല്ല എന്ന് വരികില്ല, നിങ്ങളെ കരങ്ങൾ ഉയർത്തി നിങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ആ ശബ്ദത്തിനിടയിൽ സങ്കടവും ദുഃഖവും പ്രശ്നവും താകാനാവാത്ത പാതയിൽ പോകുന്നവരും, എന്നെ സഹായിപ്പാനും നിലവിളി കേൾക്കാൻ ആരുമില്ല എന്ന് ദുഃഖിക്കുന്നവരുമുണ്ട്. അവര് യേശുവിനോട് നിലവിളിക്കട്ടെ. അവരുടെ നിലവിളിയുടെ ശബ്ദം മറ്റാരും കേൾക്കാതിരിക്കാനാണ് മറ്റുള്ളവർ സ്തോത്രം ചെയ്യാൻ ഞാൻ പറഞ്ഞത്. ഈ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു കടന്നു പോകുന്നു. എരിഹോ വഴിയായി കടന്നുപോയവൻ ഇതുവഴിയായി നിന്റെ തൊട്ട് മുൻപിൽ കൂടെ കടന്നു പോകുന്നു. അവൻ നിന്റെ അരികത്തൂടെ കടന്നു പോകുന്നു. നീ നിലവിളിക്കുക, നിലവിളിക്കുക, നിലവിളിക്കുക. നിന്റെ ആവശ്യം പറഞ്ഞ് അവൻ പ്രവർത്തിക്കുന്നവനാണ്. നിന്റെ നിലവിളി അവൻ കേൾക്കുന്നവനാണ്. ഇപ്പോൾ മൗനമായിരുന്നാൽ അവസരം എന്നേക്കും നഷ്ടപ്പെട്ടേക്കാം. ഇപ്പോൾ നിലവിളിച്ചാൽ നിനക്ക് സൗഖ്യം കിട്ടും. ഇപ്പോൾ നിലവിളിച്ചാൽ നിനക്കൊരു നന്മ കിട്ടും. ഇപ്പോൾ നിലവിളിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഇപ്പോൾ നിലവിളിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇപ്പോൾ നിലവിളിച്ചാൽ അവൻ നിന്നെ വിശുദ്ധീകരിക്കും. ഇപ്പോൾ നിലവിളിച്ചാൽ അവൻ നിന്നെ അംഗീകരിക്കും. അവസരം നഷ്ടമാക്കരുത്, അവസരം നഷ്ടമാക്കരുത്. എല്ലാവരും വായി തുറക്കുക, എല്ലാവരും ഹൃദയം തുറക്കുക. ഓ, നിന്നരികത്തൂടെ കടന്നു പോകുന്ന യേശുവിനോട് നിലവിളിക്കുക. അവൻ കടന്നു പോകുന്നു. ഹല്ലേലൂയ. ജീസസ് ഈസ് പാസിംഗ് ദിസ് വേ. അവൻ ഈ വഴിയായിട്ട് കടന്നു പോകുന്നു. നിന്നരികിലൂടെ കടന്നു പോകുന്നു. നിരാവശ്യമെന്ന് പ്രശ്നമെന്ന് നിലവിളിക്കുക. ഓ, വാതുറ നിലവിളിക്കുക. നിലവിളി കേൾക്കുന്നവൻ കടന്നു പോകുന്നു. ശാരാബാന ശാരാ യുഹുഡാത്തരം ശങ്കരബാലാക്കത്തിരക്ഷര. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാന സമയമായിരിക്കാം. നിന്നെ സഹായിപ്പാനായിട്ട്, നിനക്ക് സഹായിപ്പാനായിട്ട് അവസാന സന്ദർഭമായിരിക്കാം. ഇപ്പോൾ ഇത് നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും കിട്ടാതെ പോയാലോ? സമയത്തിൽ വിനിയോഗിപ്പീൻ, സമയത്തിൽ വിനിയോഗിപ്പീൻ. യേശു യേശു കടന്നു പോകുന്നു, യേശു കടന്നു പോകുന്നു. നിലവിളിപ്പീൻ, നിലവിളിപ്പീൻ. ഉച്ചത്തിൽ പറയുവീൻ, ആവശ്യങ്ങൾ പറയുവീൻ, സഹായിക്കണമേ എന്ന് പറയുവീൻ.